അസ്സലാമു അലൈക്കും. ശബ്ദം കേൾക്കണമെന്ന് വരുന്നു. ഉസ്താദെ, നമ്മുടെ ജമാഅത്ത്, അതായത് ഒരു ഫർദ് നമസ്കാരത്തിന്റെ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഇമാമിനെ പിന്തുടരാൻ ഒരാൾക്ക് കഴിയാതെ പോയി. പക്ഷെ ആ ജമാഅത്ത് നിസ്കരിച്ചുകൊണ്ടിരുന്ന ഒരാള് പിന്തിച്ച് ഒരു റക്അത്ത് അവസാനം ബാക്കിയുണ്ടെന്ന് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനെ തുടർന്ന് പുറത്തു നിന്ന് വരുന്ന ഒരാള് വീണ്ടും അദ്ദേഹത്തെ ഇമാമായിട്ട് തുടരുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലൊക്കെ കാണാറുണ്ട്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അങ്ങനെ ഉള്ള ആ ഇമാമ് മോമിൻ ബന്ധം എത്രത്തോളം ശരിയാവും? അതുപോലെ ഒരു ക്വസ്റ്റ്യനും കൂടി, നമ്മൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാണികളെ, ചെറിയ പ്രാണികൾ, ഉറുമ്പ് എന്നിവയെ കൊല്ലപ്പെടുകയോ അറിഞ്ഞോ അറിയാതെയോ കൊല്ലപ്പെടുന്നത്, അതിന്റെ വിധി എന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പിന്തിത്തുടർന്ന മസ്ബൂക്കിനെ ഇമാമു സലാം വീട്ടിയതിന് ശേഷം തന്റെ നിസ്കാരം പൂർത്തിയാക്കാൻ വേണ്ടി എഴുന്നേറ്റ സമയത്ത് പുതുതായി കടന്നു വന്ന ഒരാള് തുടരുന്നതിന്റെ അവസ്ഥ എന്താണ് എന്നാണ് സുഹൃത്തിന്റെ ഒരു ചോദ്യം. നമ്മളെ ഷാഫി മദ്ഹബ് അനുസരിച്ച് തുടർച്ച സഹിയാകും, നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറ്റൊരാളെ, പുതുതായി വരുന്ന ഒരാളെ കൂട്ടി ആദ്യം മുതൽ ഒരു ജമാഅത്ത് തുടങ്ങാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അതായത് ഈ പിന്തുടർന്നവനെ തുടർന്ന് ജമാഅത്താക്കാൻ നിൽക്കാതെ പുതിയ ഒരാളെയും കൂടി കിട്ടും. അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ വരുന്നുണ്ട് എങ്കിൽ അതിൽപ്പെട്ട ഒരാൾ ഇമാമായി നിന്നുകൊണ്ട് ബാക്കിയുള്ളവർ അവരെ തുടർന്ന് നിസ്കരിക്കുകയാണ് വേണ്ടത്. ഈ മസ്ബൂക്കായ ആളുടെ ബേക്കിൽ പോയി തുടരുകയല്ല. സംഗതി നിസ്കാരം സഹിയാവുമെങ്കിലും ജമാഅത്തിന്റെ പുണ്യം കിട്ടുമോ ഇല്ലയോ എന്നതിൽ ഷാഫി മദ്ഹബിൽ തന്നെ രണ്ടഭിപ്രായമാണ്. എന്നാൽ ഹനഫി മദ്ഹബ് ഉൾപ്പെടെയുള്ള മദ്ഹബുകളിൽ ആ നിസ്കാരം തന്നെ സഹിയല്ല. ആ പ്രശ്നം നമ്മളെ നാട്ടിൽ അതിന്റെ കാണാൻ കാരണം, ഒന്ന്, നമ്മളെ നാട്ടിൽ ധാരാളം ആളുകളും ഷാഫി മദ്ഹബുകാരാണ്. ഷാഫി മദ്ഹബിൽ അങ്ങനെ തുടർന്ന നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല, നിസ്കാരം സഹിയാവും. ജമാഅത്തിന് കൂലി കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും നിസ്കാരം സഹിയാകും എന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ തുടർന്ന് തുടങ്ങിയത്. പക്ഷേ ഹനഫി മദ്ഹബിൽ മസ്ബൂക്കിനെ തുടർന്നാൽ നിസ്കാരം തന്നെ സഹിയാവൂലാന്ന്, ജമാഅത്തിന് കൂലി കിട്ടൂല എന്നല്ല, നിസ്കാരം തന്നെ സഹിയാവൂല. അപ്പൊ നമ്മളെ മദ്ഹബിന് ഒരു തത്വമുണ്ട്. 4 മദ്ഹബുകളിൽപ്പെട്ട സഹിയായ ഒരു മദ്ഹബിൽ ബാത്തിലാണെന്നുള്ളൊരു കൗല് നടന്നു കഴിഞ്ഞാൽ, നമ്മളെ മദ്ഹബിൽ അത് ബാത്തിലാണെന്ന് കൗലില്ലെങ്കിലും കറാഹത്ത് വരും. അപ്പൊ ആ തുടർച്ച കറാഹത്താണ് എന്ന് വന്നാൽ ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടൂല എന്ന് തന്നെയാണല്ലോ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ വേറെ ആരും ഇല്ല, ഈ വന്ന ഒരാൾ തന്നെ ഉള്ളൂ. അയാളുടെ മുന്നിൽ 2 വഴിയേ ഉള്ളൂ. ഒന്നിരിക്കലും ഒറ്റക്ക് നിസ്കരിക്കുക, അതല്ലെങ്കിൽ ഇയാളോട് തുടരുക. ഈ ഒരു സാഹചര്യത്തിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് ഈ മസ്ബൂഖിനെ തുടർന്ന് നിസ്കരിക്കണം. കാരണം എന്താ, ജമാഅത്ത് ഫർള് ഐനാണെന്ന് പറഞ്ഞ മദ്ഹബ് ഉണ്ടല്ലോ. നമ്മളെ മദ്ഹബിൽ, ഷാഫി മദ്ഹബിൽ ജമാഅത്ത് മുഅക്കദായ സുന്നത്താണ്, അല്ലെങ്കിൽ ഫർള് കിഫായിയാണ്, ഏതായാലും ഫർള് ഐനല്ല. അപ്പൊ ഫർള് ഐനാണെന്ന കൗലനുസരിച്ച് ജമാഅത്ത് ഒഴിവാക്കൽ ഹറാമാണ്. ആ കുറ്റത്തിൽ നിന്ന് ഒഴിവാകുക നമ്മളെ മതവിൽ അഭിപ്രായം ഇല്ലെങ്കിലും ആ കൗലിനെ പരിഗണിച്ചുകൊണ്ട് വേറൊരു ജമാഅത്ത് കിട്ടാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ തുടരലിനെയാണ് നല്ലത്. പക്ഷേ ഒന്നിലധികം ആളുകൾ ഉണ്ട് കയറി വരുന്നവരെങ്കിൽ അതിൽപ്പെട്ട ഒരാൾ ഇമാമായി നിന്ന് ബാക്കിയുള്ളവരും മൗമിങ്ങളായി നിസ്കരിക്കുകയാണ് വേണ്ടത്. നമ്മുടെ നാട്ടിൽ സങ്കടകരമായ ഒരു അനുഭവം ഞാൻ പറയാം. ഇത് നിങ്ങൾക്ക് പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. മഗ്‌രിബിനൊക്കെ ധാരാളം കാണുകയും ചെയ്യാം. എന്നാൽ ഒരു ജമാഅത്ത് കഴിഞ്ഞ് സലാം വീട്ടി അതിന്റെ ബേക്കിൽ വന്ന് 2 റക്അത്തിലോ 3 റക്അത്തിലോ തുടർന്ന ആളുകൾ പൂർത്തിയാക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പം ബേക്കുന്ന ആളുകൾ ഇങ്ങനെ വരുന്നുണ്ടാവും. 4, 5, 5, 10 ആളുകളൊക്കെ കയറി വരുന്നുണ്ടാവും.
അപ്പൊ ഈ സലാം വീട്ടിയ കൂട്ടത്തിലുള്ള ചില തലയെക്കെട്ട് വെച്ച സാധുക്കൾ വരെ ഈ ബാക്കി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് അയാളോട് അവിടെ പോയി തുടർന്നോളി, അങ്ങോട്ട് തുടർന്നോളി എന്ന് പറഞ്ഞിട്ട് കൈ ചൂണ്ടിക്കാട്ടുന്നതാണ്. എന്തൊരു ഗുൽമാണ് ആ ചെയ്യുന്നത്. ഷാഫി മദ്ഹബ് അനുസരിച്ച് തന്നെ കറാഹത്താണത്. ഹനഫി മദ്ഹബ് അനുസരിച്ച് നിസ്കാരം തന്നെ ബാത്തിലാകാൻ കാരണമാണ്. അങ്ങനത്തെ ഒരു കാരണത്തിന് വിവരമില്ലാത്ത ആളുകളെ പ്രേരിപ്പിക്കുക, അവിടെ പോയി തുടർന്നോളി. ബന്നാൾ ഒരാളൊന്നല്ല, കുറെ ആളുണ്ട്. അതിൽപ്പെട്ട ഒരാൾ ഇമാമെന്ന് കണ്ട് നിസ്കരിച്ചു. എല്ലായിടത്തും ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞാല് എന്നോട് വെറുപ്പ് വരുത്തരുത്. സാധാരണ കോഴിക്കോട് കോംപ്ലക്സ് പള്ളിയിലൊക്കെ ളുഹ്ർ നിസ്കരിച്ചാണ് സലാം വീട്ടിയ ഏതാണ്ട് ഒരു 2:30 മണി വരെയൊക്കെ ആ ഒരു ജമാഅത്ത് തന്നെ തുടരും. ഒക്കെ മൗലവിമാരക്കാരാണ്. അതാണ് രസം. പറയൂന്ന് പറഞ്ഞിട്ടില്ല ആൾക്കാർ. ഇയാള് നമ്മൾക്ക് എ പിക്കാർക്ക് എതിരാണെന്ന് പറയും. അതിനല്ല പറയുന്നത്. ഞാൻ എ പിക്കാർക്ക് എതിരൊന്നുമല്ല, ഞാനൊരു എ പിക്കാരൻ തന്നെയാണ്. പക്ഷെ ഉള്ളത് പറയണമല്ലോ. പക്ഷെ ഉള്ളത് പറഞ്ഞാൽ പലപ്പോഴും പലരുടെയും വെറുപ്പിന് കാരണമാവും. ഇത് ഞാൻ പലപ്പോഴും കണ്ടതാണ്. മർക്കസ് കോംപ്ലക്സിലെ പള്ളിയിൽ എല്ലാത്തോടത്തും ഉണ്ടാവും. അവിടെ പിന്നെ തോന മൗലവിമാരുണ്ടാകുക. ഒന്നാമത്തെ ജമാഅത്താണ് സലാം വീട്ടുമ്പോ ബേക്കിലുണ്ടാവും കുറെ ആളുകൾ. പിന്തി തുടർന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. ടൗണിലാവുമ്പോൾ പ്രത്യേകിച്ചും ഉണ്ടാവും. ഈ പിന്തി തുടർന്നവർ നിസ്കരിച്ച് പൂർത്തിയാക്കാൻ നിൽക്കുമ്പോൾ ബേക്കിൽ വന്നിട്ട് വലിയ വലിയ മൗലവിമാര് തന്നെ ഇതിൽപ്പെട്ട ഒരു മസ്ബൂക്കിനാണ് തുടരും. അങ്ങനെ അത് 2 സൊഫ് 3 സൊഫൊക്കെ കിട്ടും. അതിന് മാത്രമായി അങ്ങനെ അത് ഇങ്ങോട്ട് സലാം വീട്ടുമ്പോക്ക് ഇവര് ബാക്കി നിൽക്കുമ്പോ ഇവർ വേറൊരു കൂട്ടര്, അവര് പൂർത്തിയാക്കുമ്പോ വേറൊരു കൂട്ടര്. ഇങ്ങനെ എല്ലാം മൗലവിമാരാണ്. അതാണ് അബീബന്മാരുടെ കേസ്. ഈ മൗലവിമാരിപ്പെടെ ഏതെങ്കിലും ഒരു മൗലവിമാർക്കാണ് ഇമാം എന്നാണ് പുതിയൊരു ജമാഅത്ത് തുടങ്ങിക്കൂടെ? എന്നാ ഈ കറാത്ത് വരുമോ? അല്ലെങ്കിൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് മുത്തലാൻ കൊണ്ടുള്ള കൗലാണ് വരുന്നത്. അതാ മനസ്സിലാക്കേണ്ടത്. പിന്നെ തരക്കേടില്ല, വേറെ ആരുമില്ല. ഒരു പള്ളി നമ്മളെ നാട്ടും പുറത്തൊക്കെയുള്ള ചില പള്ളികളുണ്ട്. അവിടെ ജമാഅത്ത് കഴിഞ്ഞാൽ പിന്നെ ജമാഅത്ത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഒരാൾ സംഗതി വശാൽ താമസിച്ചു പോയി, അയാൾ ഒറ്റക്കേ ഉള്ളൂ. അയാളെ മുന്നിൽ 2 വഴിയേ ഉള്ളൂ. ഒന്നിരിക്കും ഒറ്റക്ക് നിസ്കരിക്കുക, അതല്ലെങ്കിൽ പിന്നെ ഈ മസ്ബൂക്കിനെ തുടരുക. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആ മസ്ബൂക്കിനെ തുടർന്നോട്ടെ, അതിന് കുഴപ്പമില്ല. ഷാഫി മദ്ഹബ് അനുസരിച്ച് സഹിയാവും. അതേ സമയത്ത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ഈ മസ്ബൂക്കിനെ തുടരാൻ നിൽക്കുന്നത് ശരിയല്ല. മറിച്ച് പുതിയ ജമാഅത്ത് തുടങ്ങുകയാണ് വേണ്ടത്. വ്യക്തി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാതെ ഒരു തവണ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം ബാത്തിലാകുമോ? ചോദ്യത്തിന് തുടക്കം കേട്ടില്ല. ശബ്ദം കുറച്ച് കുറവായി. തുടക്കം തീരെ കുറവായിരുന്നു. ഒന്നുകൂടി ആ മൈക്കൊന്ന് നോക്കിയിട്ട് രണ്ടാമത് ഒന്ന് വ്യക്തമായി ചോദിച്ചാലേ മറുപടി പറയാൻ കഴിയുള്ളൂ. കാരണം ആദ്യ ഭാഗം തീരെ കേട്ടിട്ടില്ല, തുടക്കം മനസ്സിലായിട്ടില്ല. ഒരാള് നിസ്കരിക്കുന്ന സമയത്ത്, തനിച്ച് നിസ്കരിക്കുന്ന സമയത്ത് വേറൊരാള് പിന്നെ ഒന്ന് തോണ്ടി ഇങ്ങനെ ജമാഅത്തെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, ആ സമയത്ത് ഈ ആദ്യം ഇമാമായ വ്യക്തി എന്തെങ്കിലും നിയ്യത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതോ അങ്ങനെ നിയ്യത്ത് ചെയ്യാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവുമോ? അത് തിരക്കടില്ല, ഒരു കുഴപ്പമില്ല, ഒന്നും കരുതും വേണ്ട. അതായത് ചോദ്യം ചിലവർ കേട്ടിട്ടില്ല, കാരണം ശബ്ദം കുറച്ച് കുറവായി. ഞാൻ കേട്ടാണ്. ഒറ്റക്ക് ഒരാൾ നിസ്കരിക്കാൻ തുടങ്ങി. ചോദ്യം അതാണ്. ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഒരാൾ കയറി വന്നു, ഇദ്ദേഹത്തോട് തുടരാൻ പോന്നു. അങ്ങനെ അദ്ദേഹത്തോട് തുടരുമ്പോൾ ഈ നേരത്തെ ഒറ്റക്ക് നിസ്കരിക്കാൻ തുടങ്ങിയ വ്യക്തി പ്രത്യേകമായിട്ട് എന്തെങ്കിലും നിയ്യത്ത് ചെയ്യേണ്ടതുണ്ടോ? ഇല്ല, അങ്ങനെ നിയ്യത്തൊന്നും ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിസ്കാരത്തിന് വല്ല കുഴപ്പമുണ്ടോ എന്നാ ചോദ്യം. പിന്നിൽ നിന്ന് പിന്നീട് വരുന്നൊരു വ്യക്തി ഒറ്റക്ക് നിസ്കരിക്കുന്ന വ്യക്തിനോട് തുടരാൻ വേണ്ടിയിട്ട്
ഇമാമിനെ തോണ്ടേണ്ട യാതൊരു ആവശ്യവും ഇല്ല. താൻ തുടരാൻ പോകുന്നു എന്ന കാര്യം അയാളെ അറിയിക്കേണ്ട ആവശ്യവുമില്ല. ഒരാളാണ് മൗമൂമായിട്ട് വന്നതെങ്കിൽ അയാള് ഈ ഇമാമായി ഒറ്റക്ക് നിസ്കരിക്കുന്ന വ്യക്തിയുടെ തൊട്ടടുത്ത് വലതു ഭാഗത്തായിട്ട് നിൽക്കുമ്പോൾ ഇയാൾ എന്നെ തുടരുകയാണെന്ന് അറിയും. അങ്ങനെ അറിഞ്ഞാൽ മതി. അതോടുകൂടി ഇമാമത്തിന് കരുതാം. ഒറ്റക്ക് നിസ്കരിക്കുന്ന ആള് ഞാൻ ഒറ്റക്ക് നിസ്കരിക്കാന്നുള്ള നിലക്കാണല്ലോ നിസ്കാരം തുടങ്ങിയിട്ടുണ്ടാകുക. ഇപ്പോൾ ഒരാൾ തുടരുന്നു, തുടർന്നപ്പോ ഞാൻ ഇമാമാണെന്ന് കരുതാം, അതിന് കുഴപ്പമില്ല. കരുതാതെ അയാൾ പണ്ടത്തേക്ക് തന്നെ നിസ്കരിച്ചാലും യാതൊരു കുഴപ്പമില്ല. പക്ഷെ കരുതാതിരുന്നാൽ ഈ ഇമാമായ വ്യക്തിക്ക് ഇമാമായി നിസ്കരിച്ച കൂലി കിട്ടൂല. പക്ഷെ നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. ഇമാമാണെന്ന് കരുതിയാൽ ജമാഅത്തിന്റെ കൂലി അയാൾക്കും കിട്ടും. ഇമാമാണെന്ന് കരുതാതിരുന്നാലും തുടർന്ന് മൗമൂമിന് ജമാഅത്തിന്റെ കൂലി കിട്ടും. അപ്പൊ കരുതിയാലും കുഴപ്പമില്ല, കരുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കരുതുകയാണെങ്കിൽ എന്തായാലും തന്നെ ഞാൻ ഇമാമാവും നിസ്കരിക്കുന്നു എന്ന് കരുതുക. ഞാൻ കരുതിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അയാളെ നിസ്കാരത്തിന് യാതൊരു തകരാറും വരൂല. അയാളെ നിസ്കാരം സഹിയാവും. മൗമൂമിന് ജമാഅത്തിന്റെ കൂലി കിട്ടുകയും ചെയ്യും. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, വളരെ നന്നായി ഉസ്താദെ നേരത്തെ പറഞ്ഞ മസ്അല. ഉസ്താദ്, ഇത് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടില് ഒരു 3 ജമാഅത്ത് നടക്കും. ആദ്യം പള്ളിയിലെ ജമാഅത്ത്, പിന്നെ കുട്ടികൾ മദ്രസ വിട്ട് വരുന്ന ജമാഅത്ത്. അപ്പോൾ മദ്രസയിലെ ഉസ്താദന്മാർ ആദ്യം ഒരാൾ വേഗം വരും. അപ്പോൾ നേരത്തെയുള്ള ജമാഅത്തിന്റെ ബാക്കി റക്അത്ത് കിട്ടും. പിന്നെ വരുന്ന ഖത്തീബോ മറ്റുള്ളവർ പിന്നെ ഈ മസ്ബൂക്കിനെ തുടർന്ന് നിസ്കരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് അടിയോട് അടുത്ത് ഉസ്താദ്. അപ്പൊ ഉസ്താദ് ഇന്ന് പറഞ്ഞത് വളരെ ഗുണമായി. കാരണം ഇന്നിപ്പോ 2014 ഏപ്രിൽ 27 പക്ഷെ ഇത് എത്ര കൊല്ലം മുമ്പ് പ്രശ്നമുണ്ടായതാണ് ഉസ്താദെ. എന്റെ ചോദ്യം അതല്ല ഉസ്താദെ. ഇന്നലെ ഉസ്താദ് കിതാബില് ഇബാറത്ത് വായിച്ച് പറഞ്ഞു, നമസ്കാരത്തിന്റെ ഒരു ഫർള് വിട്ടുപോയിട്ടുണ്ട്. അത് ചിലപ്പോൾ നിയത്തോ അല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമോ ആവും എങ്കിൽ നിസ്കാരം തന്നെ ബാത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ നിസ്കാരം ബാത്തിലാണല്ലോ എങ്കിൽ ഇവൻ അവിടുന്ന് നിസ്കാരം മതിയാക്കേണ്ടത് സലാം വീട്ടിക്കൊണ്ടാണോ മതിയാക്കേണ്ടത്? അല്ലാതെ നിസ്കാരം ബാത്തിലായതുകൊണ്ട് സലാമിന്റെ ആവശ്യമില്ല, ഇങ്ങനെ കൈയിളക്കിയിട്ട് ഇങ്ങോട്ട് പുറത്തേട്ട് നടന്നാൽ മതിയോ എന്നതാണ് ഉസ്താദെ. അല്ലെങ്കിൽ ഞാൻ ഈ നിസ്കാരത്തെ മുറിക്കുന്നു എന്ന് കൂടി കരുതേണ്ടതുണ്ടോ? അതുകൂടി പറഞ്ഞാൽ ഉപകാരമായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം. ഒന്നും കരുതണ്ട. കാരണം എന്താന്ന് വെച്ചാല് ഏതോ ഒരു ഫർള് നഷ്ടപ്പെട്ടിരിക്കുന്നു, ഒഴിവായിരിക്കുന്നു എന്ന് അവന് ഉറപ്പുണ്ട്. അത് നിയ്യത്തും ആവാം, അല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം ആവാം എന്ന സാധ്യത വരുമ്പോൾ തന്നെ നിസ്കാരം ബാത്തിലായി കഴിഞ്ഞു. നിസ്കാരം ബാത്തിലായ അവൻ നിസ്കാരത്തിൽ നിന്ന് പുറത്തു ചാടി. ഇനി അവൻ പ്രത്യേകിച്ചൊന്നും കരുതേണ്ട ആവശ്യമില്ല. രണ്ടാമത് പുതിയതായിട്ട് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് രണ്ടാമത് നിസ്കരിച്ചാൽ മതി. വേറെ ഒന്നും വേണ്ട. ഞാൻ നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് കരുതുകയോ അല്ലെങ്കിൽ സലാം വീട്ടുകയോ ഒന്നും വേണ്ട. കാരണം ഓട്ടോമാറ്റിക്കലി എന്തായി, അവൻ നിസ്കാരത്തിൽ നിന്ന് പുറത്തുപോയി നിസ്കാരത്തിൽ അല്ലാതായി കഴിഞ്ഞു. ഈ സംശയം ോടുകൂടി, അതായത് ഒരു ഫർള് ഒഴിവായെന്നുള്ള ഉറപ്പാണ്. അത് നിയ്യത്തും ആവാം അല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം ആവാം എന്ന സംശയം വന്നോടുകൂടി തന്നെ നിസ്കാരത്തിൽ നിന്ന് ഇവൻ പുറത്തുപോയി, അവൻ നിസ്കാരത്തിലല്ല. അപ്പൊ പിന്നെ എന്ത് വേണ്ട? സലാം വീട്ടേണ്ടിയും വേണ്ട, അതുപോലെ തന്നെ നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോകുന്നു കരുതേണ്ട ഒന്നും വേണ്ട. അല്ലാതെ തന്നെ അവന് ആളിപ്പോ പുറത്താണുള്ളത്, മനസ്സിലായില്ലേ? അപ്പൊ രണ്ടാമത് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതാണ് നിസ്കരിച്ചു വിട്ടാൽ മതി, മനസ്സിലായില്ലേ? മറ്റേത് മസലേ നമ്മൾ കുറച്ച് നാട്ടിൽ ക്ലാസ്സുകളിൽ ഒന്ന് ആവർത്തിച്ച് അവിടെ പറഞ്ഞാൽ മതി. ആദ്യം പറയുമ്പോൾ ആളുകൾ അതിനൊക്കെ എതിർക്കും. രണ്ടാമതൊരാൾ പറയുമ്പം എതിർപ്പ് ഒഴിവാവും. മൂന്നാമത് വീണ്ടും പറയുമ്പോൾ അത് പ്രാവർത്തികമാവും. അത് ഏത് സംഗതിയും അങ്ങനെ തന്നെ, മനസ്സിലായില്ലേ? നടപ്പിലുണ്ട്. ഞങ്ങളെ നാട്ടിലൊക്കെ വ്യാപകമായി നടപ്പിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഉദൂയ്യത്ത് അറക്കും പെരുന്നാളിന്. ഉദൂയ്യത്ത് അറുത്തിട്ട് ഇറച്ചിയൊക്കെ അപ്പൊ തന്നെ വിതരണം ചെയ്യും. എന്നിട്ട് ഈ അറുത്ത ആള് തന്നെ എന്താക്കും, ഈ തോല് അന്നൊക്കെ ചോട് കെട്ടി കൊണ്ടുപോകണം. ഓട്ടോറിക്ഷ ഒന്നും ആയിട്ടില്ല ആ കാലത്ത്.
ചോട് കെട്ടി കൊണ്ടുപോയി അങ്ങാടി കൊണ്ടുപോയിട്ട് തോല് വിൽക്കും. വിറ്റിട്ട് ആ പൈസ ആർക്കെങ്കിലും സാധുക്കൾ ഫക്കീർ മിസ്കിന്മാർക്കാണ് സദഖയും ചെയ്യും. ഇത് പരക്കെ നടപ്പിലുണ്ടായിരുന്നു. എനിക്ക് ചെറുപ്പത്തിലുണ്ട് ഈ ക്ലാസ് എടുത്ത് അറിഞ്ഞിട്ടൊരു സൂക്കേട്. അങ്ങനെ നാട്ടില് ക്ലാസ് നടത്തും. അങ്ങനെ ക്ലാസ് നടത്തുമ്പോ ഇതിനെ പറ്റിയിട്ട് എതിർത്ത് പറഞ്ഞു. അള്ളാ, അന്ന് അതിന്റെ ഇവിടെ വലിയ വലിയ ആലിമീങ്ങൾ നൂറുകണക്കിന് കഴിഞ്ഞുപോയി. എന്നിട്ട് ഈ മടമ്പിൻകാലിന്റെ ചോപ്പ് കയറാത്ത കുട്ടികൾ ഇപ്പൊ ഓരോരുത്തർ പൈച്ചിമാര് എന്ന് പറഞ്ഞാണ് വന്നിട്ട് പുതിയ ദീൻ നടത്തുകയാണ്. ചൂടോർത്തില്ല പിന്നെയും പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് അവസാനം ഇത് എതിർക്കുക, മോജാമാരുടെ ഭാഗത്തുനിന്ന് എതിർപ്പ് വരുന്നുണ്ട് എന്ന് കണ്ടപ്പോ ഷറൽ മദ്ഹബ് ഉൾപ്പെടെയുള്ള കിതാബിൽ 4 മദ്ഹബിന്റെയും ഇത്തിഫാക്ക് കൊണ്ട് ഉലൂഹിയത്ത് അർത്ഥ ആള് ഉലൂഹിയത്ത് മൃഗത്തിന്റെ തോല് വിലക്ക് വിറ്റ് സദഖ ചെയ്താൽ ഉലൂഹിയത്തിന്റെ കൂലി നഷ്ടപ്പെടും എന്ന് 4 മദ്ഹബിന്റെയും ഇത്തിഫാക്കാണ് എന്ന കിതാബിന്റെ ഇബാറത്തൊക്കെയാണ് വായിച്ച് പറയാൻ തുടങ്ങിയപ്പോ വ്യാപകമായി ആളുകൾ അംഗീകരിച്ചു. ഇപ്പം അത് സർവ്വവ്യാപകമായി എല്ലാവർക്കും. അപ്പൊ ഒരാൾ ഇതാണ് പറഞ്ഞതിനെ ഒച്ചപ്പാടാക്കുമ്പോഴേ ഇത് ശ്രദ്ധിക്കപ്പെടുള്ളൂ. മറ്റേത് അങ്ങനെ കീക്കട അനുസരിച്ച് പോവും. ആദ്യം പറയുന്ന ആൾക്ക് നല്ല എതിർപ്പുണ്ടാവും. അതൊക്കെ സാധാരണയാണ്. അത് ചൂടോർക്കണ്ട. ഈ എതിർപ്പുണ്ടാവുമ്പോ അതല്ലേ ഒരു ത്രില്ല്. എല്ലാവരും ചെയ്യണം, ഇങ്ങനെ ചെയ്ത് മുണ്ടാതെ, അല്ലെങ്കിൽ പെറ്റാണെന്ന് നമുക്ക് അറിയാം. ഇനിയിപ്പോ അത് പറഞ്ഞപ്പോ നാട്ടിൽ കച്ചറയാവും എന്നുള്ളവർക്ക് മുണ്ടാതെ ഇങ്ങനെ എല്ലാവരും ഉണ്ടാകുന്ന പിന്നെ അത് മാറ്റപ്പെടുവോ? ശരിക്ക് കുറച്ചൊക്കെ എതിർപ്പുണ്ടായാൽ അതൊരു ത്രില്ലാണ്. പറയുന്ന കാര്യത്തിൽ ഈ ദഅവത്ത് നടത്തുന്നതിൽ ഒരു രസം വേണമെങ്കിലും വേണം കുറച്ചൊക്കെ എതിർപ്പ് നോക്കണം. പക്ഷെ നമ്മൾ പറയുന്നത് ശരിയായിരിക്കണം. അത് പ്രശ്നമാണ്. നമ്മൾ പറയുന്നത് ശരിയായിരിക്കണം. ഇനി പലപ്പോഴും നമ്മൾ പറയുന്നതിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും ഉണർത്തിയാൽ അത് അലറേഴ്സ് വല്ല നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. എന്നാ ഒരു കുഴപ്പമില്ല. അപ്പൊ അത് ആവർത്തിച്ച് പറയാം. ഈ മസ്ബൂക്കിനെ തുടരുന്ന അവസ്ഥ പരമാവധി ഉപേക്ഷിക്കേണ്ടതാണ്. ജമാഅത്തിന്റെ കൂലി കിട്ടൂല. തന്നെയല്ല, ഹനഫി മദ്ഹബ് അനുസരിച്ച് ആ നിസ്കാരം തന്നെ സഹീ അല്ല. ഹനഫി മദ്ഹബ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മദ്ഹബാണ്. അപ്പൊ ആ മദ്ഹബ് അനുസരിച്ച് സഹീഹാവൂല എന്ന് പറഞ്ഞൊരു കൗലുള്ള ഒരു വിഷയം നമ്മൾ എന്തിനു പ്രോത്സാഹിപ്പിക്കുന്നു? നമ്മളതിനെ പരമാവധി നിരുത്സാഹപ്പെടുത്തണം. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞേക്ക്, വേറെ ജമാഅത്ത് കിട്ടാത്തൊരു സാഹചര്യം വന്നു, ഇയാൾ ഒറ്റക്ക് നിസ്കരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ സാഹചര്യത്തിൽ എന്തായിക്കോട്ടെ, മസ്ബൂഖിനോട് തുടർന്നോട്ടെ, കുഴപ്പമില്ല. അല്ല, മറ്റൊരു ജമാഅത്ത് സംഘടിപ്പിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ ഒരിക്കലും മസ്ബൂഖിനെ തുടരുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഈ തസ്ബീഹ് ചെയ്യുന്ന സമയത്തിൽ കൈവിരൽ കൊണ്ട് തസ്ബീഹ് ചെയ്യലാണ് നല്ലത്, അല്ല തസ്ബീഹ് മാല പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ഒരു സ്വിച്ച് ഒത്തുന്ന ഒരു സാധനം അതുവാണോ നല്ലത് എന്നുള്ള ഉസ്താദ് ഒന്ന് പറഞ്ഞാൽ നല്ല. തസ്ബീഹ് ചെല്ലുമ്പോ ഈ അനക്കം വിരലാണെങ്കിൽ പോലും പരമാവധി കുറക്കുന്ന മാർഗം ഏതാ അതാണ് ഉത്തമം. അതിന് തസ്ബീഹ് മാല മറിക്കുന്നതിനേക്കാളും അതുപോലെ തന്നെ ഈ കൗണ്ടിങ് മെഷീൻ ഉപയോഗിക്കുന്നതിനേക്കാളും ഒക്കെ അനക്കം പ്രവൃത്തി കുറയുക വിരല് കൊണ്ട് മെല്ലെ ഇഷാറത്തായിട്ട് എണ്ണുകയാണ്. വിരലിങ്ങനെ മടക്കൊന്നും വേണ്ടല്ലോ, വിരലൊന്ന് മെല്ലെ ഇഷാറത്ത് ചെയ്ത് എണ്ണുക, അതാണ് കൂടുതൽ നല്ലത്. ഇനി തുടർച്ചയായ അധിക പ്രവൃത്തിയൊന്നും വരൂല, വിരലിന്റെ തുമ്പ് കൊണ്ട് മാത്രം അനങ്ങുന്നതായതുകൊണ്ട് ഖഫിയായ ഹർക്കത്തായതുകൊണ്ട് തെറ്റില്ല എന്ന് പറയാം. കഴിയുന്നതും അനക്കം കുറക്കുന്ന രീതിയിൽ എണ്ണം പിടിക്കാൻ ഏറ്റവും നല്ലത് വിരലും വലിയ ഇഷാറത്ത് ചെയ്യലായിരിക്കും കൂടുതൽ നല്ലത് എന്നുണർത്തുന്നു. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. മുന്നിലുള്ള സുഹൃത്ത് ക്ഷമിക്കണം, ഇന്നലെ ഉയർത്തിയ ഉസ്താദിനോട് 1-2 ചോദ്യം ഉണ്ട് ചോദിക്കാനുള്ളത്. എല്ലാവർക്കും ആദ്യം ഉസ്താദെ, നമ്മളെ വിർദുൽ ലത്തീഫിനെ പറ്റിയിട്ട് പയ്യോളി ഉസ്താദ് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട അബൂ ഷാക്കർ ഉസ്താദിനോട് ചോദിച്ചു നോക്കണം. അതായത് ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് അതൊന്ന് വിശദമായിട്ടല്ല ഉസ്താദ്, അതൊന്ന് ചെല്ലുന്നതും അതിൻ്റെ
ഒറ്റ നോട്ടത്തിലുള്ള ഒരു അർത്ഥം അതൊരു യൂട്യൂബ് കാട്ടുന്ന കോലത്തിൽ അബു ഷാക്കിർ ഉസ്താദ് ക്ലാസ് എടുത്തിരുമെങ്കിൽ വളരെ റാഹത്താകുമായിരുന്നു എന്ന് അവര് പിന്നെ അബ്ദുൽ ലത്തീഫിനെ പറ്റിയിട്ട് ക്ലാസ് വേണമെന്നാണ് അഭിപ്രായം വന്നപ്പോൾ വയ്യൂരി ഉസ്താദ് പറഞ്ഞിരുന്നു. അത് ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്, ഉസ്താദിനോട് ചോദിക്കുന്നതാണ്. പിന്നെ രണ്ടാമത്തെ, ഇന്നലെ ബഹുമാനപ്പെട്ട ഉസ്താദ് ക്ലാസ് എടുക്കുന്ന സമയത്ത്, അതായത് നമ്മൾ നിസ്കാരത്തിൽ മറന്നുപോയാൽ, അതായത് ഫർള് മറന്നുപോയാൽ, അതിപ്പോ അത്തഹിയാത്തിൽ ഓർമ്മ വന്നു കഴിഞ്ഞാൽ ഏത് ഫർളാണ് മറന്നത് എന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ ആ ഫർളിലേക്ക് മടങ്ങി വന്ന് ആ ഫർള് നിർവഹിച്ച ശേഷം നിർവഹിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാളോട് എഴുത്തുതാല് മറന്നു, അല്ലെങ്കിൽ റുക്കൂ മറന്നു എന്ന് രണ്ടാമത്തെ അത്തഹിയാത്തിൽ ഒരാൾക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാൽ ഈ അത്തഹിയാത്തിൽ നിന്ന് നേരെ പോയി ആ റുക്കൂ ചെയ്ത ശേഷം നേരെ വീണ്ടും ഈ അത്തഹിയാത്തിലേക്ക് വരികയാണോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒരു സംശയം ഉസ്താദെ. ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ലല്ല, നേരെ അത്തയ്യാത്തിലേക്ക് വരികയല്ല വേണ്ടത്. അതായത് നമ്മൾ അത്തയ്യാത്തിൽ ഇരിക്കുമ്പം ഏറ്റിനാല് കിട്ടിയിട്ടില്ല എന്ന് ഓർമ്മ വന്നു, അല്ലെങ്കിൽ സംശയം വന്നു. എന്നാൽ നേരെ ഏത്തിദാലിലേക്ക് പോയിട്ട് ഏത്തിദാല് കഴിഞ്ഞിട്ട് രണ്ടാമത് സുജൂദ് വന്ന് ഇടയിലിരുത്തിയിരുന്ന് രണ്ടാമത് സുജൂദ് ചെയ്ത് പിന്നെ അത്തയ്യാത്ത് ഓതണം. അതായത് ഈ ഒഴിവാക്കപ്പെട്ടത് എവിടെയോ അങ്ങോട്ട് തിരിച്ചു പോയതിനു ശേഷം ആ ഒഴിവാക്കി എന്ന് ഓർമ്മയുള്ള അല്ലെങ്കിൽ സംശയമുള്ള ആ ഫർള് ചെയ്തിട്ട് അതിന്റെ ശേഷമുള്ള ഫർളുകളൊക്കെ ചെയ്ത് വന്നുകൊണ്ടേ പിന്നെ എന്താക്കാൻ പാടുള്ളൂ, പൂർത്തിയാക്കാൻ പാടുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒഴിവാക്കപ്പെട്ടതായി ഓർമ്മ വന്നതിന്റെ ശേഷം ചെയ്ത കാര്യങ്ങളൊക്കെ എണ്ണപ്പെടാതെ പോവും. മനസ്സിലായേ? അവസാനത്തെ റക്കയത്തിലാണെങ്കിൽ അങ്ങനെ, അതിന്റെ മുമ്പത്തെ റക്കയത്തിലാണെങ്കിൽ പിറ്റത്തെ റക്കയത്തിൽ അവിടെ എത്തുന്നത് വരെയുള്ളത് എണ്ണപ്പെടാതെ പോവുകയാണ് ചെയ്യുക. അപ്പോ ബാക്കി മുഴുവനും പൂർത്തിയാക്കി തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഉദാഹരണം, അവസാനത്തെ റക്കയത്തിലെ റുക്കൂ ചെയ്തിട്ടില്ല എന്ന് ഓർമ്മ വന്നു എന്നിരിക്കട്ടെ, അത്തയ്യാത്തിൽ വെച്ചിട്ടാ ഓർമ്മ വന്നത്. അത്തയ്യാത്ത് നിർത്തി വേഗം നൃത്തത്തിലേക്ക് പോയിട്ട് നൃത്തത്തിൽ നിന്ന് റുക്കൂ ചെയ്യണം. റുക്കൂ ചെയ്തിട്ട് പിന്നെ ഇത്തിദാൽ ചെയ്യണം. ഇത്തിദാൽ കഴിഞ്ഞിട്ട് പിന്നെ സുജൂദക്ക് വരണം, സുജൂദിന്റെ ഇടയിൽ ഇരിക്കണം, രണ്ടാമത്തെ സുജൂദും ചെയ്യണം, എന്നിട്ട് അത്തയ്യാത്ത് ഓതണം. ഇങ്ങനെയാ വേണ്ടത്. അല്ലാതെ ആ ഒഴിവായി എന്ന ഓർമ്മ ഉള്ളതിലേക്ക് തിരിച്ചുപോയി അത് ചെയ്ത് കാണ്ടിപ്പുള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂല. കാരണം എന്താ, ആ ഉപേക്ഷിക്കപ്പെട്ടതിന്റെയും തനിക്ക് ഈ ഓർമ്മ വന്നതിന്റെയും ഇടക്കുള്ള സംഗതികളൊക്കെ ലോവായി പോകാന്നാണ്. എന്ന് പറഞ്ഞാൽ എണ്ണപ്പെടാത്തതായി പോകുന്നു, പരിഗണിക്കപ്പെടാതെ പോകുന്നു. അപ്പൊ അത് ഉപേക്ഷിക്കപ്പെട്ട് അതും ചെയ്യണം, അതിന്റെ ശേഷമുള്ളത് ചെയ്തതിന്റെ ശേഷമേ എന്താക്കാൻ പാടുള്ളൂ, നിസ്കാരം പൂർത്തിയാക്കാൻ പാടുള്ളൂ. വിർദുൽ ലത്തീഫ് പക്ഷേ 1 മണിക്കൂർ കൊണ്ടും 1.5 മണിക്കൂർ കൊണ്ടൊന്നും എത്ര ചുരുക്കി പറഞ്ഞാലും കയ്യിൽ അത്ര വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ. അതൊരു സീരിയലായിട്ട് പറഞ്ഞെങ്കിലേ പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. അതിനൊന്നും സമയം ഇവിടെ കിട്ടുന്നത്, അതാണുള്ള പ്രശ്നം. നോക്കുക, നമുക്ക് എപ്പോഴെങ്കിലും ഒരു വ്യാഴാഴ്ച എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുന്ന സമയം ഉണ്ടെങ്കിൽ ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് ഒരു പരിഭാഷ പറയുമ്പോൾ ഒരു വിശദീകരണമൊന്നും ഇല്ലാതെ ചുരുങ്ങിയ തോതിൽ ഒന്ന് പറഞ്ഞിട്ട് വളരെ നല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു വലിയ ഖുത്ബീങ്ങളിൽപ്പെട്ട മഹാനാണ് എന്ന് മാത്രമല്ല, മഹാനവറുകളുടെ ഔറാദുകളും ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഔറാദുകളും വളരെ സാമ്യമുള്ളതാണ്. എന്താന്ന് വെച്ചാല് മറ്റുള്ള പല മശായിഖന്മാരെ പോലെ സൂചനകള്, ഇഷാറത്തുകള്, മന മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് ഒന്നും ഉണ്ടാവില്ല. നേരെ സഹീഹാനെന്ന് ഉറപ്പുള്ള ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ദിക്റുകൾ ഒരുമിച്ച് കൂട്ടി ജമ്മ് ചെയ്യുക മാത്രമാണ് അവർ ചെയ്യും. മറ്റുള്ളവർക്ക് അങ്ങനെ തന്നെ. പക്ഷെ മറ്റുള്ളതിൽ കുറെ സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത തരത്തിലുള്ള ഇഷാറത്തുകൾ, ഇപ്പോ മൊഹീദ്ദീൻ റാത്തീബ്, റിഫായ് റാത്തീബ് തുടങ്ങിയതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ദിക്റുകളാണ്. പക്ഷെ അതിൽ പലതും മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് കഴിയില്ല, അങ്ങനത്തെ ദിക്റുകളാണ്. എന്നാൽ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന്റെ അദ്കാറുകളായാലും ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിന്റേതായാലും അതില്ല. നേരെ സഹീഹായ ഹദീസിൽ വന്ന നസ്സായിട്ട് വന്ന ദിക്റുകളെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരാൾക്കും അത് മനസ്സിലാക്കാനും പ്രയാസമില്ല. ഒരു വഹാബിന്റെയും മൗദൂദിന്റെയും മുന്നിൽ നമ്മൾ വേർക്കും വേണ്ട. കാരണം എന്താ, ഇന്ന ഹദീസ് പറഞ്ഞതാ,
അതല്ലെങ്കിൽ ഇന്ന ബുഖാരിയിൽ വന്നതാണെങ്കിൽ മുസ്ലിമിൽ വന്നതാണ്, അല്ലെങ്കിൽ തുർമുദിയിലോ നസായിലോ ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വ്യക്തമായി കാണിച്ചു കൊടുക്കാൻ കഴിയും. അങ്ങനെയുള്ള സഹീഹായ ഹദീസിൽ വന്ന വ്യക്തമായ ദിക്റുകൾ മാത്രം ജമ്മ ചെയ്തുകൊണ്ട് ഒരു രാവും പകലും ഒരു മുഅ്മിനായ മനുഷ്യന് ദീനിയും ദുന്യവിയുമായി വേണ്ട എല്ലാ ഹൈറുകളും കിട്ടാനും എല്ലാ ഷെറുകളെ തൊട്ട് കാക്കപ്പെടാനും വേണ്ട ദിക്റുകളാണ് അദ്ദാദ് റാത്തീബിലായാലും വിർദുൽ ലത്തീഫിലായാലും ഉള്ളത്. അതുപോലെ തന്നെ വിർദുൻ നവാവി ഉണ്ട്, അതും അതുപോലെ തന്നെയാണ്. ഒരു ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചെല്ലേണ്ട ദിക്റുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയതാണ് വിർദുൻ നവവി. ഇൻഷാ അല്ലാഹ് സമയം കിട്ടുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു വ്യാഴാഴ്ച നമുക്ക് ചുരുങ്ങിയ തോതിൽ വിർദുൽ ലത്തീഫ് ഒന്ന് അർത്ഥം പറയാൻ പറ്റുമോ നോക്കാം, ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ. ചില ജമാഅത്തിൽ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് ഇമാമ് പെട്ടെന്ന് റുക്കൂയിൽ പോകുന്നത് കൊണ്ട് നമുക്ക് ഫാത്തിഹ ക്ലിയർ ആയിട്ട് ഓതാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് ഓതി തീർത്ത് ഫാത്തിഹ ഓതി തീർത്ത് പിന്നെ ഇമാമ് വീണ്ടും കൂടുതൽ വലിയ സൂറത്താ ഓതുന്നത്. ആ സമയത്ത് വീണ്ടും നമുക്ക് ഫാത്തിഹ ആവർത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. ഫാത്തിഹ ഒരിക്കൽ ഓതി തീർത്താൽ രണ്ടാമത് ഫാത്തിഹ ആവർത്തിക്കുന്നത് ആദ്യത്തെ ഫാത്തിഹ സഹീ ആവുന്ന നിലക്ക് ഓതിയിട്ടില്ലെങ്കിലാണ്. അങ്ങനെ മനഃപൂർവ്വം ഓതാനും പാടില്ലല്ലോ. വേഗത്തിൽ ഓതി എന്നത് കൊണ്ടൊട്ട് ഫാത്തിഹ സഹീ ആവാതിരിക്കില്ല. തജ്വീദിന്റെ നിയമപ്രകാരം തന്നെ 3 ഖിറാഅത്ത് ഉണ്ട്. അതിൽ തെർത്തീലിന്റെ ഖിറാഅത്താണ് ഏറ്റവും നല്ലത്. പക്ഷെ അത് സമയവും സൗകര്യവും കിട്ടുമെങ്കിൽ തെർത്തീലിന്റെ ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ വളരെ സാവകാശം ഓതുന്ന ഓത്താണ്. സാധാരണ കാര്യങ്ങളായ ഉസ്താദന്മാരൊക്കെ ഓതുന്ന അതാണ് തെർത്തീലിന്റെ ഓത്ത്. എന്നാൽ തെർത്തീൽ മാത്രമേ ഓതാൻ പാടുള്ളൂ എന്നില്ല, മനസ്സിലായില്ലേ? അതിന്റെ ഇടയ്ക്ക് ഒരു വസത്തായ നിരക്ക് പറ്റ സ്പീഡിലും അല്ല വളരെ തെർത്തീലായിട്ടും അല്ലാത്തൊരു ഖിറാഅത്ത് ഉണ്ട്. അതാവാം പലപ്പോഴും നിസ്കാരത്തിൽ സൗകര്യം. ഇനി അതും അല്ല, ഈ നേരത്തെ പറഞ്ഞേക്ക് പെട്ടെന്ന് സമയം കിട്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഹദറിന്റെ ഖിറാഅത്ത് എന്ന് പറയും. അത് വേഗത്തിൽ ഓതുന്ന ഖിറാഅത്താണ്. എല്ലാത്തിലും പറഞ്ഞേക്ക് ഷദ്, മദ്, ഉന്നത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പാലിക്കണം. പക്ഷെ സ്പീഡിൽ ഓതുമ്പോൾ അതിനനുസരിച്ചുള്ള ഷദ്, മദ്ദും ഉന്നത്തുമാണ് വേണ്ടത്. അങ്ങനെ പാലിച്ചുകൊണ്ട് സ്പീഡിൽ ഓതിയിട്ടുണ്ടെങ്കിൽ പോലും അത് സഹിയാണ്. അങ്ങനെ സഹിയായി കഴിഞ്ഞാൽ രണ്ടാമത് പിന്നെ അത് ആവർത്തിച്ചു ഓതുന്നത് നല്ലതല്ല. ഫർദിനെ ആവർത്തിച്ച് പറയൽ ഉത്തമമല്ല. അതുകൊണ്ട് നിസ്കാരമൊന്നും ബാത്തിലാവില്ലെങ്കിൽ പോലും അത് നല്ലതല്ല. അതേസമയത്ത് ആദ്യത്തെ സഹിഹായിട്ടില്ല എന്ന് സംശയം ഉണ്ടെങ്കിൽ രണ്ടാമതും മടക്കി ഓതുകയും വേണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മറ്റുള്ള ആളുകൾ മൈക്കിലേക്ക് വരാൻ വൈകിയത് കൊണ്ടാണ് ഞാൻ മൈക്ക് എടുത്തത്. പിന്നെ ഉസ്താദ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് ഒരാൾ അത്തഹിയാത്തിൽ ശംസുഖാൻ, നിങ്ങൾ മൈക്ക് എടുക്കാത്തതുകൊണ്ടാണ് എടുത്തത് കേട്ടോ. പിന്നെ നേരത്തെ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉസ്താദെ ക്ഷമിക്കണം, ഒരു ഉപചോദ്യം ഉണ്ടായിരുന്നു. നേരത്തെ അതായത് ഫർള് മറന്നുപോയിട്ട് രണ്ടാമത് ആ ഫർളിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നീട് അവൻ സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഉസ്താദെ അതിന്റെ ഒരു ഉപചോദ്യം. അതല്ലാതെ ഇപ്പോ ചില ആളുകൾ ഒക്കെ അത്തഹിയാത്തിൽ അവസാനത്തെ അത്തഹിയാത്തിൽ ഉറങ്ങിപ്പോയി, അത്തഹിയാത്ത് ഓതിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോയി. എന്നാൽ അവൻ പിന്നെ പെട്ടെന്ന് ഉറക്കം ഞെട്ടി. പിന്നെ അപ്പൊ അവനിക്ക് വീണ്ടും അത്തഹിയാത്ത് പൂർത്തിയാക്കി അവൻ സലാം വീട്ടിയാൽ അവന്റെ നിസ്കാരം ശരിയാകുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹവിന്റെ സുജൂദ് സുന്നത്തുണ്ട്. കാരണം എന്താ? മനഃപൂർവം ചെയ്താൽ ബാത്തിലാവുന്ന ഒരു കാര്യം മറന്ന് ചെയ്താൽ സഹവിന്റെ സുജൂദ് വേണമെന്ന് പൊതു നിയമമാണ്. അതിൽ പെട്ടതാണല്ലോ. ഉദാഹരണം, റുക്കൂ ചെയ്യാതെ ഒരാള്
ഈ സുജൂദക്ക് പോയി. അതല്ലെങ്കിൽ ഏത്തിദാല് ചെയ്യാതെ ഒരാൾ സുജൂദക്ക് പോയി, അത് മനഃപൂർവ്വം ചെയ്ത നമസ്കാരം ബാത്തിലാവുമല്ലോ. ഇവിടെ മറന്ന് സംഭവിച്ചത് കൊണ്ട് ബാത്തിലായില്ല, ഓർമ്മ വന്നപ്പോ രണ്ടാമത് നമ്മൾ ചെയ്തു. അപ്പോ സേവിന്റെ സുജൂദ് സുന്നത്തുള്ള സ്ഥലമാണ്. അപ്പൊ അത് മൊത്തം അതാ നോക്കണ്ടേ. നമ്മളത് കൽപ്പിച്ചുകൂട്ടി മനഃപൂർവ്വമാണ് ആ സംഗതി ചെയ്തിരുന്നതെങ്കിൽ നിസ്കാരം ബാത്തിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ മറവി മൂലമാണ് സംഭവിച്ചത് എന്നതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുന്നില്ല. എങ്കിലും സേവിന്റെ സുജൂദ് സുന്നത്താണ്. മനസ്സിലായില്ലേ? സേവിന്റെ സുജൂദ് എപ്പോഴും സുന്നത്തിൽ വരുള്ളൂ. ഉജൂബിന്റെ ഒരു അവസ്ഥ സേവിന്റെ സുജൂദിന് വരുന്നില്ല. രണ്ടാമത്തെ എന്താ പറഞ്ഞ, അത്തഹിയാത്തിൽ ഉറങ്ങിപ്പോയി. സംഭവിക്കാം, സുബൈക്കൊക്കെ പലപ്പോഴും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അത്തഹിയാത്തിൽ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഉറക്കം ഞെട്ടി നോക്കുമ്പോ എവിടെ ഇപ്പൊ അത്തഹിയാത്ത് എത്തി എന്നുള്ള ഒരു കഥയില്ല. അപ്പൊ അത്തഹിയാത്ത് രണ്ടാമത് ആദ്യം മുതൽ ഓതി തീർത്തു, സലാം വീട്ടി. നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. കാരണം ചന്തി ഉറപ്പിച്ച് ഇരുന്നാണല്ലോ ഉറങ്ങിയത്, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. നിസ്കാരം ബാത്തിലാകാതെ അങ്ങനെ ഉറങ്ങിപ്പോയി, അതിന്റെ ഇടയ്ക്ക് അത്തയ്യാത്ത് പൂർത്തിയായോ ഇല്ലേന്നോ അറിഞ്ഞില്ല. എന്നാ പിന്നെ അത്തയ്യാത്ത് രണ്ടാമത് ഓതുക. രണ്ടാമത് ഓതിയിട്ട് സലാം വീട്ടിയാൽ മതി. അവിടെ പിന്നെ സേവിന്റെ സുജൂദ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ സേവിന്റെ സുജൂദിന്റെ പ്രശ്നമില്ല. മനഃപൂർവ്വം ചെയ്ത ബാത്തിലാകുന്ന കാര്യം മറന്നു ചെയ്യാന്ന് പറഞ്ഞ പ്രശ്നമൊന്നും അവിടെ ഇല്ലല്ലോ. ആദ്യം പറഞ്ഞോടത്ത് അതുണ്ട്. മനഃപൂർവ്വം ചെയ്ത ബാത്തിലാവുന്ന കാര്യം മറന്ന് ചെയ്തത് കൊണ്ടാണ് തിരിച്ചുപോയി ചെയ്ത് പൂർത്തിയാക്കാൻ പറഞ്ഞ അവിടെ സേവിന്റെ സുജൂദ് സുന്നത്തുണ്ട്. ഇവിടെ അത്തയ്യാത്ത് ഓതി സലാം വീട്ടിയാൽ മതി. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ഹംസക്ക ഒന്ന് ക്ഷമിക്കണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എന്താണ് ഉസ്താദ്? ക്ഷമിക്കണം ഉസ്താദ്. ഇപ്പോ ഈ ചില നോമ്പിനൊക്കെ ഗൾഫിലൊക്കെ തറാവിയിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് നീണ്ട ഓത്തോതുന്ന സമയത്ത് നൃത്തത്തിലും ഇടക്ക് ചിലപ്പോൾ ഉറക്ക് വരാറുണ്ട്. അത് തൂങ്ങി ഉറക്കുന്നവർക്ക് പെടുത്തി നമുക്ക് നിസ്കാരം ചെയ്യാമെന്ന് വെക്കാൻ പറ്റുമോ എന്നുള്ളതാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തൂങ്ങിയ ഉറക്കാണെങ്കിൽ ഒന്നും മുറിയില്ല, ശരിക്കുള്ള ഉറക്കാണെങ്കിൽ നൃത്തത്തിലാണെങ്കിൽ ഒന്നും മുറിയും. കാരണം മറ്റേ അങ്ങനെ ഈ ചന്തി ഉറപ്പിച്ചിരുന്ന് ഉറങ്ങുന്നത് കൊണ്ടാണ് നിസ്കാരം ബാത്തിലാവൂല എന്ന് പറയുന്നത്. കാരണം ഒന്നും മുറിയുന്നില്ല. അതേ സമയത്ത് നൃത്തത്തിൽ അങ്ങനെ ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. ശരിക്കും ഉറങ്ങിയണെങ്കിൽ അവിടെ നിസ്കാരം തന്നെ ബാത്തിലായി പോകും. അതേ സമയത്ത് അതായത് ശരിക്കും ഉറങ്ങിയണോ ഉറക്കം തൂങ്ങലാണോ എന്ന് അറിയാനുള്ളതിന്റെ അർത്ഥം എങ്ങനെ അറിയാന്ന് വെച്ചാല്, പുറമേ നിന്നുള്ള ശബ്ദങ്ങൾ അവ്യക്തമായെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഉറങ്ങിയിട്ടില്ല, ഉറക്കം തൂങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് നേരം. അതേ സമയത്ത് പുറമേ നിന്നുള്ള ശബ്ദം തീരെ കേൾക്കാത്ത അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ശരിയായ ഉറക്കം ഉറങ്ങിയെന്നുമാണ് നിയമം. അപ്പൊ ആ നിരക്ക് നൃത്തത്തിൽ ഉറങ്ങിയാൽ ഉദു മുറിയും. അപ്പൊ നിസ്കാരം തന്നെ ബാത്തുലാവും. അതേ സമയത്ത് എന്തോ ഒരൊച്ച ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഓതിനെ ശരിക്കും തിരിയണമൊന്നുമില്ല, ആ നിലക്ക് ഉറങ്ങിയിട്ടുള്ളെങ്കിൽ തൂക്കമാണ്, ഉറക്കം തൂങ്ങിയാൽ ഉദു മുറിയില്ല, അപ്പൊ അതിന് കുഴപ്പമില്ല. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. മൈക്ക് ക്ലിക്ക് കിട്ടാത്തതുകൊണ്ടാ നേരത്തെ. സർ, ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. നമ്മുടെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉപദ്രവകാരികളോ നിരുപദ്രവകാരികളോ ആയ ചെറു പ്രാണികൾ കൊല്ലപ്പെടുന്നത്, ചിലപ്പോൾ ചെറിയ ഉറുമ്പ് നമ്മളെ കാലിൽ കടിക്കുമ്പോൾ നമ്മൾ മറ്റേ കാല് വെച്ച് ചിലപ്പോൾ ഒന്ന് ഞെരുക്കി അതിന് അത് കൊല്ലപ്പെടും. അതിന്റെ വിധി ഒന്ന് വിശദമാക്കി തരണം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കൊല്ലപ്പെടുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷേ ആ കൊന്ന ജീവിയുടെ ജഡം നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചാൽ അത് നജസിന്റെ ബാബിൽ പ്രശ്നമാവും. അപ്പൊ നിസ്കാരം നജസ് ഉള്ളത് കൊണ്ട് നിസ്കാരം സഹിയാകാതെ വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ ജീവൻ പോയി കൊന്നു എന്നതുകൊണ്ട് തെറ്റില്ല. അത് ഈ ചത്ത ഉറുമ്പ് അതല്ലെങ്കിൽ കൊതുക് അല്ലെങ്കിൽ ഈച്ച പോലെയുള്ളതിന്റെ ശരീരം, ശവം നമ്മുടെ ദേഹത്തിലോ വസ്ത്രത്തിലോ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നിസ്കാരം സഹിയാവാതെ പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ ജീവൻ പോയി എന്നതുകൊണ്ട് അല്ലെങ്കിൽ കൊന്നു എന്നതുകൊണ്ട് പ്രത്യേകം കുഴപ്പമൊന്നുമില്ല. അത് ദേഹത്തിലോ വസ്ത്രത്തിലോ പറ്റിപ്പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
അസ്സലാമു അലൈക്കും. ഉസ്താദ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു നിസ്കാരത്തിന്റെ ശേഷം ദുആവും ദിക്റും സുന്നത്താണ് എന്നുള്ളത്. എന്നാൽ നമ്മുടെ നാട്ടില് ചില ഉസ്താദന്മാരെ എല്ലാ ഉസ്താദന്മാരും ദുആ ചെയ്യുന്നതാണ്. ലുഹറിന് പ്രത്യേക ദുആ, അതുപോലെ തന്നെ ഇശാഇന് പ്രത്യേക ദുആ, സുബഹിക്ക് പ്രത്യേക ദുആ. ഇങ്ങനെയുള്ള ഈ പ്രത്യേകമായിട്ടുള്ള ഈ ദുആകൾ ഹദീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇമാമിങ്ങളോ എന്താണ് അതിന്റെ പ്രാമാണികമായ അടിത്തറ എന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചില ഇമാമുകൾ ഇപ്പൊ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിന് മുമ്പ് ഇലാഹന സുബ്ഹാനല്ലാഹ്, അതുപോലെ സബ്ബിത്തിനാലാദിനിക്കൽ ഇസ്ലാം അല്ലാഹു അക്ബർ എന്ന് ചില ദിക്റുകൾ അതിന് മുമ്പ് കൂട്ടുന്നത് കാണാം. ഇങ്ങനെ കൂട്ടുന്നതിന് പ്രത്യേകിച്ച് വല്ല പുണ്യവുമുണ്ടോ? അതുപോലെ ദുആക്ക് വല്ല അടിസ്ഥാനവുമുണ്ടോ? ഇതൊരു ചോദ്യം ചെയ്യലല്ല, അറിയാൻ വേണ്ടി മാത്രമാണ്. മൈക്ക് റിലീസ്. ദുആകളിൽ ഏറ്റവും അഫ്ളലായത് വ്യാപകമായ അർത്ഥങ്ങളുള്ള ഒരു പക്ഷേ ഖുർആനിൽ വന്നതോ അതല്ലെങ്കിൽ ഹദീസുകളിൽ വന്നതോ ആയ ദുആ ആണ് ഏറ്റവും അഫ്ളലായത് എന്ന് വെച്ച് അത് തന്നെ വേണം എന്ന് നിർബന്ധം ഇല്ല. അതല്ലെങ്കിൽ പിന്നെ മുൻഗാമികളായ സലഫുസ്സാലിഹീങ്ങൾ അവരുടെ പ്രത്യേക സന്ദർഭങ്ങളിൽ ദുആ ചെയ്തതായി സ്ഥിരപ്പെട്ടു വന്നതായാലും അത് ഉത്തമം തന്നെ. അങ്ങനെ മുൻഗാമികളായ ചില ഇമാമിങ്ങൾ പതിവാക്കി വന്ന ചില ദുആകളാണ് നമ്മുടെ നാട്ടിലെ ചില ഇമാമിങ്ങൾ ളുഹറിൽ ചില പ്രത്യേക ദുആ, അസറിന് പ്രത്യേകം ദുആ, മഗ്രിബിന്, ഇശാക്ക്, സുബ്ഹിക്ക്, ഇങ്ങനെ ഓരോന്നിനും പ്രത്യേകമായ ദുആ ചെയ്യുന്നത് ചില മുൻഗാമികളായ മശായിഖന്മാർ അവരുടെ നിസ്കാര ശേഷമുള്ള ദുആയിൽ പതിവാക്കിയിരുന്ന ദുആ ആണെന്ന് പഠിച്ച് ഉസ്താദന്മാരിൽ നിന്നിട്ടോ അല്ലെങ്കിൽ കിതാബുകളിൽ നിന്നിട്ടോ മനസ്സിലാക്കിയ ദുആ ക്രോഡീകരിച്ചു കൊണ്ടാണ് ആ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. പക്ഷേ ഇന്നതേ ദുആ ചെയ്തുകൂടൂ എന്ന് ഇല്ല. ദുആന്റെ അസ്ല് സുന്നത്ത് കിട്ടാൻ അല്ലാഹു തആല ഹറാമാക്കിയതല്ലാത്ത ദുന്യവിയോ ഉഖ്റവിയോ ആയ ഏതൊരു ഖൈറായ കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ഷർറിനെ തൊട്ട് കാവല് തേടുകയും ചെയ്യുന്ന ഏത് ദുആവും നേരത്തെ പറഞ്ഞ ദുആ സുന്നത്താണ് എന്ന് പറഞ്ഞതിൽ പെടും. പക്ഷേ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമം ഒരു പക്ഷേ ഖുർആനിൽ വന്ന അതല്ലെങ്കിൽ ഹദീസിൽ വന്ന ദുആ, ആ ദുആകളിൽ തന്നെ കൂടുതൽ വ്യാപകമായ അർത്ഥമുള്ള ദുആ അതാണ് ഏറ്റവും നല്ലത്. ഉദാഹരണം, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അജ്മഉ ദുആ എന്നാണ് അതിന് പറയാ. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത്രയും അർത്ഥവ്യാപ്തിയുള്ള ഒരു ദുആ ഇനി ലോകത്ത് വേറെ ഇല്ല. അതുകൊണ്ട് അതെല്ലാ ദുആയിലും നമ്മൾ ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വ ആജിലിഹി മാ അലിംനാ മിൻഹു വ മാ ലം നഅലം അഊദു ബിക മിനശ് ശർരി കുല്ലിഹി ആജിലിഹി വ ആജിലിഹി മാ അലിംനാ മിൻഹു വ മാ ലം നഅലം തുടങ്ങിയ വ്യാപക അർത്ഥമുള്ള ദുആ ആയിഷ റളിയല്ലാഹു തആല തന്നെ പറയുന്നത് കാണാം. വകാന യുഹിബ്ബു മിനദ് ദുആഇ അജ്മഅഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികം ദുആ ചെയ്യുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് ഏറ്റവും വ്യാപക അർത്ഥമുള്ള ദുആകളാണ്. അങ്ങനെയുള്ള ദുആ ഹദീസുകളിലും കാണാം, ഖുർആനിലും കാണാം. അതാണ് ഏറ്റവും മുൻഗണന കൊടുക്കുന്നത്. ഇനി ഏത് ദുആ ആണെങ്കിലും ഖുർആനിലോ ഹദീസിലുള്ള ദുആ ആയാൽ നല്ലതാണ്. അത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ മുൻഗാമികളായ മഹാന്മാരായ സലഫുസ്സാലിഹീങ്ങൾ പതിവാക്കി വന്ന ദുആകൾ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇനി അതൊന്നും അല്ല, ദുന്യാവിലും ആഖിറത്തിലുമുള്ള ഖൈറിനെ ചോദിക്കുന്നതും ഷർറിനെ തൊട്ട് കാവല് തേടുന്നതുമായ അർത്ഥത്തിലുള്ള ഏത് ദുആവും ആവാം. അത് ഇപ്പോ പതിവാക്കി പോരുന്നത് ചില മുൻഗാമികളായ ചില ഇമാമിങ്ങളിൽ നിന്നിട്ട് റിവായത്ത് വന്നതാണ്. അതുപോലെ സുബ്ഹാനല്ലാഹിന്റെ മുമ്പ്, അൽഹംദുലില്ലാഹിന്റെ മുമ്പ്, അല്ലാഹു അക്ബറിന്റെ മുമ്പൊക്കെ ചില ദിക്റുകൾ ചിലർ ചെല്ലുന്നത് കാണാം. അത് ഏതടിസ്ഥാനത്തിലാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. ചില ഉസ്താദന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നത് കാണാം. ചിലപ്പോൾ അവരുടെ ഉസ്താദന്മാരിൽ നിന്നിട്ട് പഠിച്ചതായിരിക്കാം. അപ്പൊ മുൻഗാമികളായ ഉസ്താദന്മാർ അങ്ങനെ പതിവാക്കി പോന്നിട്ടുണ്ടാവും. അത് അവരുടെ ഉസ്താദന്മാരിൽ നിന്നിട്ട് മനസ്സിലാക്കിയതാവാം. അങ്ങനെ ചെയ്യുമ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ കണ്ടിട്ടില്ല എന്ന് പറ്റി പറഞ്ഞിട്ടുള്ളൂ.
ഇതാരും മൈക്കെടുക്കാത്ത സമയം ഇവിടെ കഴിയാൻ പോവാണ്. മാഷാല്ലാ കീശേരിന്റെ നാട്ടിൽ നിന്ന് ഇങ്ങനെ കയ്യൊന്നിച്ചിന്. കീശേരി സമയം കുറവായിക്കാരോ മുന്നിലുള്ളവർ എടുക്കണില്ലെങ്കിൽ ചാടിക്കോ, നാട്ടിൽ നിന്ന് ചാടിയാ പൊന്തോന്ന് എനിക്കറിയില്ല. നാട്ടിലെ നെറ്റൊക്കെ എങ്ങനെയാണ്. അസ്സലാമു അലൈക്കും. ഉസ്താദെ, ആദ്യത്തെ അത്തഹിയ്യാത്ത് മറന്ന് ഒഴിവാക്കിയിട്ട് മൂന്നാമത്തെ റക്അത്തിലേക്ക് എണിച്ചു നിന്നതിന്റെ ശേഷമാണ് ആദ്യത്തെ അത്തഹിയ്യാത്ത് ഒഴിവാക്കിയത് ഓർമ്മാകുന്നത്. എന്നാൽ ആദ്യത്തെ അത്തഹിയ്യാത്തിലേക്ക് തിരിച്ചു വരണോ അല്ല അതിനെ മുന്നേ കൊണ്ടുപോകണോ എന്നുള്ളതാണ് ഉസ്താദിന്റെ ചോദ്യം. ആദ്യത്തെ അത്തഹിയ്യാത്ത് മറന്ന് നൃത്തത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ അത്തഹിയ്യാത്തിന് വേണ്ടി തിരിച്ചു പോകാൻ പാടില്ല. മനഃപൂർവ്വം അങ്ങനെ ചെയ്ത നിസ്കാരം തന്നെ ബാത്തിലായി പോവും. മറിച്ച് വേണ്ടത് പിന്നെ നിസ്കരിച്ച് പൂർത്തിയാക്കി ഒടുവിലത്തഹിയ്യാത്ത് കഴിഞ്ഞിട്ട് സുജൂദിന്റെ തൊട്ട് മുമ്പായിട്ട് സലാം വീട്ടുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് സഹ്വിന്റെ സുജൂദ് ചെയ്യാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അതായത് നൃത്തത്തിൽ എത്തിപ്പോയി, നമ്മൾ മൂന്നാം റക്അത്തിലെ നൃത്തത്തിൽ എത്തിപ്പോയി. നൃത്തത്തിലെത്തി അത് ഫർള. അഞ്ഞാ ഫർള് മുറിച്ചിട്ട് സുന്നത്തായ അത്തഹിയ്യാത്തിലേക്ക് ഇങ്ങോട്ട് വന്നാൽ നമ്മൾ മനഃപൂർവ്വം ചെയ്ത നിസ്കാരം തന്നെ ബാത്തിലായി പോവും. അത് ഒഴിവാക്കുക. അപ്പൊ നൃത്തത്തിൽ എത്തിയതിനു ശേഷം അത്തഹിയ്യാത്ത് ഇടയിൽ അത്തഹിയ്യാത്ത് ഓതിയിട്ടില്ല എന്ന് ഓർമ്മ വന്നാൽ ഇനി അത് വിട്ടേ കളഞ്ഞാൽ മതി. അവസാനം സഹ്വിന്റെ സുജൂദ് ചെയ്യും. അല്ലാതെ അത്തഹിയ്യാത്തിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല. കാരണം അത്തഹിയ്യാത്ത് സുന്നത്താണ്. നൃത്തം മൂന്നാമത്തെ റക്അത്തിലെ ഫർളായല്ലോ. ഒരു ഫർള് മുറിച്ചുകാണ്ട് സുന്നത്ത് എടുക്കാൻ വേണ്ടി പോകാൻ പാടില്ല. അപ്പൊ അവസാനം സഹ്വിന്റെ സുജൂദ് ചെയ്താൽ മതിയാവും. ഓക്കെ. അത് ഈ കക്കൂസിൽ വെച്ച് ഒളു ചെയ്യുന്നതിന്റെ വിധി എന്താണ്? നമുക്ക് അങ്ങോട്ട് ഒളു ചെയ്യാൻ വേണ്ടി കക്കൂസിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ഇടതുകാല് വ്യത്യാസമില്ലാതെ ഏത് മുന്തിക്കുന്നതിന് പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. മറ്റു മാർഗങ്ങളില്ല. പൈപ്പ് ബാത്റൂമിലാണ് ഫിറ്റ് ചെയ്തത്. അപ്പൊ അവിടുന്ന് ഒളു എടുക്കാനുള്ള മാർഗമുണ്ട്. വേറെ മാർഗങ്ങളൊന്നുമില്ല. നമ്മൾ ഏത് സമയത്തും ബാത്റൂമിൽ കയറേണ്ട ആവശ്യം വരുമ്പോ അവിടെ വലതുകാല് മുന്തിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നതാണ്. ടോയ്ലറ്റിലേക്ക് എപ്പോൾ എന്തിന് കയറുമ്പോഴും ഇടതുകാല് മുന്തിക്കുകയും തിരിച്ചിറങ്ങുമ്പോൾ വലതുകാൽ മുന്തിക്കുകയും ചെയ്യൽ സുന്നത്താണ്. അതിന് വിപരീതം ചെയ്യൽ സുന്നത്തിന്റെ മാറ്റമാണ്. അപ്പോ wudu എടുക്കാൻ വേണ്ടിയിട്ട് കയറുകയാണെങ്കിലും മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണെങ്കിലും കുളിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണെങ്കിലും ഒക്കെ കയറുമ്പോൾ ആദ്യം ഇടതുകാല് വെച്ച് കയറുക, തിരിച്ചിറങ്ങുമ്പോൾ വലതുകാൽ വെച്ച് കയറുക. അതൊക്കെ ഈ പെട്ടതാ. അത് ഹറാമൊന്നുമില്ല. ടോയ്ലറ്റിൽ വെച്ചിട്ട് wudu ചെയ്യുന്നത് ഹറാമൊന്നുമല്ല, ചെയ്യാം. പക്ഷെ പുറത്ത് സൗകര്യമുണ്ടെങ്കിൽ അതാണ് ഉത്തമം. പക്ഷെ അതിന്റെ ഉള്ളിൽ നിന്നാവുമ്പോ ഈ മലമൂത്ര വിസർജനത്തിന് പ്രത്യേകം വേർതിരിച്ച ഏരിയയും wudu കുളി എന്നിവക്ക് വേർതിരിച്ച ഏരിയയും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ദിക്റൊക്കെ ചൊല്ലാം. രണ്ടും വേർതിരിച്ചിട്ടില്ല, ഒന്നായിട്ടാണെങ്കിൽ ദിക്ർ ദുആകളൊന്നും അതിന്റെ ഉള്ളിൽ വെച്ച് ചെല്ലാൻ പാടില്ല എന്നേ ഉള്ളൂ. wudu ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് ക്ലിക്ക് ചെയ്തിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടുന്ന് ക്ലിക്ക് ആര് കിട്ടണില്ല ഉസ്താദെ, നാട്ടിലാവുമ്പളേ. അപ്പൊ ഏതായിരുന്നാലും എന്റെ ചോദ്യം, നമ്മള് ഇമാമും മൗമുമായി നിസ്കരിക്കുമോ? ഇമാമിന്റെ ആദ്യത്തെ മസ്ബൂക്കായ ആളുടെ സംശയമാണ് എന്റെ ചോദ്യം. ഇമാമിന്റെ ആദ്യത്തെ റക്അത്തില് വല്ല സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടായാല് മസ്ബൂക്കായ നമ്മൾ നിസ്കരിക്കുമോ? രണ്ടാമത് പിന്നെ നമ്മളെ സലാം വിടുന്നതിന് മുമ്പ് സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. നാട്ടിലൊക്കെ നല്ല കാലാവസ്ഥയാണ്, ചൂട് ഭയങ്കര ചൂടുണ്ട്, മഴ പെയ്യാനിങ്ങനെ മൂടിക്കെട്ടി നിൽക്കുകയാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നമുക്ക് കൂട്ടും. നാട്ടിലേ AC ഒന്ന് വാങ്ങി വെച്ചാ മതി. ഇച്ചിരിയേ AC ഇവിടുന്ന് കൊണ്ടോണ്ട. ഇവിടുന്ന് കൊണ്ടുപോയാൽ നമ്മളെ പെരിയും പറമ്പും വിറ്റാലും അതിന്റെ കറണ്ടിന്റെ ബില്ലടക്കാൻ കഴിയൂല. നാട്ടില് വാങ്ങാൻ കിട്ടും AC. കുറഞ്ഞ പൈസയേ ഉള്ളൂ, കുറഞ്ഞ കറണ്ടും വരുള്ളൂ. എന്നിട്ട് AC വെച്ചിട്ട് അങ്ങനെ കൂടുക, അതേ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ ചൂട് പൊഞ്ഞ്
ഒരു മാസം കൂടിയൊക്കെ ചൂടുണ്ടാവും. അതിന്റെ ഇടക്ക് മഴ പെയ്താലും ചൂട് വല്ലാതെ ഒന്നും കുറയില്ല. മനസ്സിലായില്ലേ? എന്റെ ഇസ്കാലി ചോദിച്ചപ്പോ എന്ത് പറഞ്ഞ്, നാട്ടിൽ അങ്ങനെ മൈക്കിട്ടാൻ നാട്ടിലത്തെ നെറ്റിന് കുറച്ചൊരു സ്പീഡ് കുറവുണ്ട് ചില ലൈനുകൾക്ക്, അതുകൊണ്ടായിക്കാരം. അതന്നെ, അത് വേണ്ടി വരും. അല്ലാതെ നാട്ടിൽ കിടന്നുറങ്ങാൻ കഴിയൂല, അത് ചൂടയിക്കാരം. സഹുവിന്റെ സുജൂദ് എന്താ ഇപ്പൊ ചോദിച്ചിന്? സഹുവിന്റെ സുജൂദ് പിന്തി തുടർന്നവൻ സഹുവിന്റെ സുജൂദ് ഓന് ഇമാമിന് നേരത്തെ നമ്മൾ തുടരുന്നതിന് മുമ്പ് സംഭവിച്ച സഹുവിന്റെ പേരിൽ നമ്മൾ സുജൂദ് ചെയ്യണോന്ന്. പിന്നെന്താ, ഒരു പാലട്ടാലേ കിച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണം, ഒരു ഭാഗത്തേക്ക് മാത്രല്ല. നിങ്ങൾ ഇമാമിനെ സലാം വീട്ടുന്നതിന്റെ മുമ്പ് എപ്പോ തുടർന്നാലും ജമാഅത്തിന്റെ 27 ദർജ കിട്ടൂലേ? അത് കിട്ടുമല്ലോ. സലാം വീട്ടുന്നതിന്റെ മുമ്പ് എപ്പോൾ ഇമാമിനെ തുടർന്നാലും ജമാഅത്തിന്റെ 27 ദർജ കൂലി കിട്ടും. അത് ജമാഅത്തിൽ കൂടിയത് കൊണ്ടുള്ള ഗുണ. എന്നതുപോലെ തന്നെ ഇമാമിനെ എപ്പം സഹു പറ്റിയാലും സലാം വീട്ടുന്നതിന് മുമ്പ് എപ്പോ നിങ്ങൾ അയാളോട് തുടർന്നാലും ആ സഹു നിങ്ങൾക്ക് ഇങ്ങോട്ടും ബാധിക്കും. അവിടെ നിങ്ങട്ടുള്ള ഗുണം ദർജ 27 കിട്ടുന്നതിന്റെ പുറമെ അവിടെ പറ്റുന്ന വീഴ്ചകളും ഭംഗങ്ങളും അതും ഒക്കെ ഇങ്ങോട്ടും വരും. അപ്പോ 2 വട്ടം സുജൂദ് ചെയ്യണം. ഒന്നെന്താ, ഇമാം ഒടുവിൽ അത്തഹിയ്യാത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് സുജൂദ് ചെയ്യുമ്പോൾ ഇമാമിനോട് തുടർച്ച എന്ന നിലക്ക് മുത്താബഅത്തിന് വേണ്ടിയിട്ട് സഹുവിന്റെ സുജൂദ് ചെയ്യൽ വുജൂബാണ്. ഇല്ലെങ്കിൽ നിസ്കാരം തന്നെ ബാത്തിലാവും. അത് കഴിഞ്ഞ് ഇമാം സലാം വീട്ടിയതിന് ശേഷം നമ്മളത് പൂർത്തിയാക്കാൻ വേണ്ടി എഴുന്നേറ്റതിന് ശേഷം നമ്മളെ ഒടുവിൽ അത്തഹിയ്യാത്തില് സലാം വീട്ടുന്നതിന് മുമ്പ് സുജൂദ് ചെയ്യൽ, അതാണ് സഹുവിന്റെ സുജൂദ്. അത് സുന്നത്തുമാണ്. അപ്പൊ നമ്മൾ തുടർന്നതിന് ശേഷം ഇമാമിന് സഹു പറ്റിയാലും കണക്കാണ്, നമ്മൾ തുടരുന്നതിന് മുമ്പ് ഇമാമിന് സഹു പറ്റിയാലും കണക്കാണ്. ഇമാമ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ചെയ്യൽ വുജൂബാണ്. എന്നാൽ അത് സഹുവിന്റെ സുജൂദായി പരിഗണിക്കൂല. ഈ മുത്താബഅത്തിന്റെ സുജൂദ് എന്നാണ് അതിന് പറയാ. സഹുവിന്റെ സുജൂദ് പിന്നീട് നമ്മൾ പൂർത്തിയാക്കി നമ്മൾ സലാം വീട്ടാനാവുമ്പോൾ സലാം വീട്ടുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ്. അത് സുന്നത്തുമാണ്. അത് കാരണം ഇമാമിന്റെ നിസ്കാരത്തിൽ തുടർന്നതുകൊണ്ട് നമുക്ക് ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടിയതുപോലെ ഇമാമിന്റെ സഹു മുഖേന വരുന്ന വീഴ്ച നമ്മുടെ നിസ്കാരത്തിനെയും ബാധിക്കും. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സുജൂദ് ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്ന ഇമാമിനോട് തുടരാൻ വേണ്ടിയിട്ടുള്ള മുത്താബഅത്തിൻ്റെതാണ്. ലാസ്റ്റ് ചെയ്തത് നമ്മളെ സഹുവിന്റെ പരിഹാരത്തിന് വേണ്ടിയും ആണ്. മനസ്സിലായല്ലോ? ഉസ്താദെ, ഹമ്മാമെന്ന് ഒന്നെടുക്കുന്ന വിഷയം പറഞ്ഞപ്പോ സാധാരണഗതിയിൽ അധികം ഹമ്മാമുകളും ഒറ്റ ഹാളാ ഉണ്ടാവല്. പിന്നെ ഈ ടോയ്ലറ്റ് മാത്രം യൂറോപ്യൻ ക്ലോസറ്റ് അല്ലെങ്കിലാണ് കുറച്ച് പൊക്കിയിട്ട് പടവ് വരവുള്ളൂ. അവിടെ തന്നെ ഈ ടോയ്ലറ്റുകളുള്ള സോപ്പിന്റെ വെള്ളം കുളിറൂമിൽ നിന്ന് പോണ്ടാന്ന് കരുതിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. സാധാരണഗതിയുടെ ദൃഷ്ടിയിൽ നോക്കിയാൽ ഒറ്റ ഹാളായിട്ട് തന്നെ തോന്നുക. പിന്നെ അതിന്റെ ഇടയിൽ 2-3 അടി പൊക്കിയിട്ടൊന്നും വേർതിരിച്ചിട്ടുണ്ടായിരിക്കൂല. പിന്നെ ചെറിയൊരു പൊക്കം ഈ പിന്നെ ടോയ്ലറ്റിന്റെ ഭാഗങ്ങൾ വരുന്നത് സോപ്പിന്റെ വെള്ളം അതിലേക്ക് പോണ്ടാച്ചിട്ടാ. അപ്പൊ പിന്നെ ഇതിന്ന് ഒന്നെടുത്താൽ കറാത്ത് വരൂലേ എന്നാണ് ഉസ്താദെ സംശയമുള്ളത്. അതോടൊപ്പം അപൂർവമായിട്ട് ചില ആലിമീങ്ങളൊക്കെ ദുആക്ക് മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ദുആ തുടങ്ങൽ കണ്ടിട്ടുണ്ട്. ഉസ്താദ് എവിടെയെങ്കിലും കണ്ടെങ്കിൽ അതുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഈ ആദ്യം ചോദിച്ച ചോദ്യം ആ ടോയ്ലറ്റിന്റെ വിഷയം ഉസ്താദ് വിശദീകരിച്ച നന്നായിരുന്നു. മൈക്ക് വിട്ടു. കറാഹത്തുനിന്ന് ഒഴിവാകണമെങ്കിൽ 2ആയി തന്നെ വേർതിരിച്ചിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ വേറെ നിവൃത്തിയില്ലാതെ വരുമ്പം ഖിലാഫുൽ ഔലേ വരുള്ളൂ. എന്നാൽ പോലും നല്ലതല്ല എന്ന അവസ്ഥ വരും. എന്തിനു വേണ്ടി വേർതിരിച്ചു എന്നതല്ല പ്രശ്നം. സോപ്പിന്റെ വെള്ളം അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണോ അല്ലേന്നല്ല പ്രശ്നം. ടോയ്ലറ്റ് ആയിട്ട് പ്രത്യേകിച്ച് ഒരു ഏരിയ വേർതിരിച്ചിട്ടുണ്ടോ എങ്കിൽ ആ ഏരിയയിൽ മാത്രമേ ഈ വുളു എടുക്കുമ്പോൾ ദിക്ർ പോലത്തത് ചെല്ലാൻ പാടില്ലായുള്ളൂ. ഇങ്ങനെ പുറത്തത് ചെല്ലുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതേ സമയത്ത് ഈ ഖിലാഫുൽ ഔല എന്ന് പറയുന്നത് ഏതായാലും ഇതിന്റെ ഉള്ളിലൊക്കെ വരുന്നതിന് പുറമെ ഇടത്തെ കാല് വെച്ച് കയറുക, തിരിച്ചിറങ്ങുമ്പോൾ വലത്തെ കാല് വെച്ച് കയറുക എന്ന് പറഞ്ഞത് അത് ടോയ്ലറ്റിന് മാത്രമല്ല, ടോയ്ലറ്റിനും ഹമ്മാമിനും ബാധകമാണ്. മനസ്സിലായില്ലേ? അപ്പൊ 2 വട്ടം അങ്ങനെ ചെയ്യേണ്ടി വരും.
ഇങ്ങനെ വേർതിരിച്ചു കൊടുത്ത്. അതായത് ഒന്ന് ഈ ബാത്റൂമിലേക്ക് ഫസ്റ്റിൽ കയറുമ്പോ ഇടത്തെ കാല് വെച്ച് കയറി. ഇനി ടോയ്ലറ്റിൽ പ്രത്യേകം ഏരിയ തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടത്തേക്ക് കയറുമ്പോ പിന്നെയും ഇടത്തെ കാല് വെച്ചിട്ട് കയറുക. അതുപോലെ തന്നെ തിരിച്ചിറങ്ങുമ്പോ ആദ്യം ടോയ്ലറ്റിന്റെ പരിധിയിൽ നിന്നിട്ട് അമ്മാമിലേക്ക് കാല് വെക്കുമ്പോ ആദ്യം വലത്തെ കാല് വെച്ച് ഇറങ്ങുക. എന്നിട്ട് പിന്നെ അമ്മാമിൽ നിന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ വീണ്ടും വലത്തെ കാല് വെച്ച് ഇറങ്ങുക. ഈ അമ്മാമിന്റെ എങ്ങേ തലക്കിൽ നിന്നിട്ട് ഫസ്റ്റിൽ കയറുമ്പോ തന്നെ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസി എന്ന് ചൊല്ലേണ്ടതാണ്. അത് ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ മാത്രം പോരാ, അതിന്റെ ഇങ്ങേ പുറത്തുള്ള അമ്മാമിലേക്ക് കയറുമ്പോൾ തന്നെ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസി എന്ന് ചൊല്ലേണ്ടതും ആണ്. അസ്സലാമലൈക്കും. ഉസ്താദേ, ഈ ഒന്നെടുക്കുമ്പോള് ബാങ്ക് കൊടുക്കുന്ന കേട്ടാല് ഒന്നുകൂടെ ബാങ്കിന്റെ ഇജാബത്തും കൂടി ചെല്ലുന്നതിന് കുഴപ്പമുണ്ട്? അതല്ല ചെല്ലാതെ ഈ ഒന്നുവിന്റെ വിക്രി മാത്രം ചെല്ലുകയാണെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് അറിഞ്ഞാൽ തെറ്റിലേക്ക്. വുളൂ ചെയ്തുകൊണ്ടിരിക്കുമ്പം ബാങ്ക് കേട്ടാൽ ബാങ്കിന്റെ ഇജാബത്ത് ചെയ്യാണ് വേണ്ടത്. കാരണം ബാങ്കിന്റെ ഇജാബത്ത് ചെയ്യുക എന്ന് പറയുന്നത് മുഅക്കദായ സുന്നത്താണ്, അത് ഒഴിവാക്കൽ കറാഹത്താണ്. എന്നാൽ വുളൂവിന് അങ്ങനെ ഒരു മുഅക്കദായ സുന്നത്തായ ഒരു ദിക്റുമില്ല. മനസ്സിലായില്ലേ? തുടക്കത്തിൽ അഊദു ബിസ്മിൻ ചൊല്ല, അൽഹംദുലില്ലാഹി അല്ലദീ ജഅലൽ മാഅ തഹൂറ എന്ന് ചൊല്ലൽ കഴിച്ചാൽ പിന്നുള്ളതൊക്കെ ലൈഫായ ചില കൗലുകൾ അനുസരിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് ചൊല്ലൽ സുന്നത്തുണ്ട് എന്നുള്ള ഒരു ലൈഫായ കൗലാണ്. ഒന്നും ചൊല്ലിയിട്ടില്ലെങ്കിലും അവിടെ ഖറാഅത്ത് വരൂല. എന്നാൽ ബാങ്കിന്റെ ഇജാബത്ത് അങ്ങനെയല്ല, അത് മുഅക്കദായ സുന്നത്താണ്, ഉപേക്ഷിക്കൽ ഖറാഅത്താണ്. അപ്പോ വുളൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാങ്ക് കേട്ടാൽ വുളൂ ചെയ്യുന്നതോട് കൂടി തന്നെ ബാങ്കിന് ഇജാബത്ത് ചെയ്യൽ സുന്നത്തുണ്ട്. പക്ഷെ പിന്നുള്ളൊരു പ്രശ്നമുണ്ട്. വുളൂവിന്റെ ശേഷമുള്ള ദുആ, ബാങ്കിന്റെ ശേഷമുള്ള ദുആ രണ്ടും കൂടി വരുമ്പോ എന്താ വേണ്ടത് എന്നാ. ആദ്യം ഏതാണ് കഴിഞ്ഞത് അതിന്റെ ദുആ ആദ്യം ചെല്ലുക, പിന്നീട് മറ്റേതിന്റെ ദുആ ചെയ്യുക. അതാണ് ഏറ്റവും. രണ്ടും ഒപ്പമാണ് കഴിഞ്ഞതെങ്കിൽ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി വുളൂ ആയതുകൊണ്ട് വുളൂവിന്റെ ദുആ ആദ്യം ചെയ്യുകയും അതിനുശേഷം ബാങ്കിന് ശേഷമുള്ള ദുആ ചെയ്യുകയും ചെയ്യുക. രണ്ടും ഒപ്പം കഴിഞ്ഞതാണെങ്കിൽ. ആദ്യം ബാങ്കാണ് കഴിഞ്ഞതെങ്കിൽ ബാങ്കിന്റെ ശേഷമുള്ള ദുആ ആദ്യം ചെയ്യുക, എന്നിട്ട് വുളൂവിന്റെ ശേഷമുള്ള ദുആ ചെയ്യുക. അല്ല ആദ്യം കഴിഞ്ഞത് വുളൂ ആണെങ്കിൽ പിന്നെ വുളൂവിന്റെ ദുആ ശേഷമുള്ള ദുആ ആദ്യം ചെല്ലുക, എന്നിട്ട് ബാങ്കിന്റെ ശേഷമുള്ള ദുആ ചെയ്യുക. അതേസമയത്ത് ബാങ്ക് വുളൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാങ്ക് കേൾക്കുമ്പോൾ ആ ബാങ്കിന്റെ ഇജാബത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ തന്നെ ഇജാബത്ത് ചെയ്യലാണ് സുന്നത്ത്. ഓക്കെ. അതിന്റെ ഒരു ഉപചോദ്യം, അങ്ങനെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ബാങ്ക് അവസാനിച്ചു, പൊതു കഴിഞ്ഞിട്ടില്ല. അപ്പോ അത് കൊടുക്കുമ്പോ തന്നെ അല്ലാതെ ചെയ്തുകൂടെ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉണ്ട്. അതെങ്ങനെയാണ് മനസ്സിലായി? അതൊക്കെ പറഞ്ഞില്ലേ, പെട്ട് കഴിഞ്ഞ് ഓരോന്നും വേറെ വേറെ പറയണോ? ആ പറഞ്ഞതിൽ അതൊക്കെ പെട്ടില്ലേ. വുളൂ ചെയ്യുന്ന സമയത്ത് ബാങ്കിന് ഇജാബത്ത് ചെയ്യാം, ദുആ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇനി പിന്നെ ഞാൻ രണ്ടാമത് വേറൊരു മലയാളത്തിലൂടെ എന്താ മനുഷ്യന്മാർക്ക് ഈ പറ്റ ഞാൻ ഇങ്ങോട്ട് താഴെ സ്റ്റേജിൽ വന്നിട്ട് ഇങ്ങനെ LKG കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും പോലെ പറഞ്ഞു കൊടുത്താൽ പിന്നെ അതിന് പിന്നെ വേറൊരു വിശദീകരണം പിന്നെയുമാണ്. എനിക്ക് ആ മറ്റേ സംഗതി അറിയാം. എങ്ങനെ ഒരു ചോദ്യം ഒരു മറുപടി അങ്ങനെ വെക്കുക. അങ്ങനെ ആക്കിയാ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാമത് വേണമെങ്കിൽ പിന്നെ എടുത്തോളി എന്ന് പറയുന്നത് ആ നിരക്കല്ലല്ലോ. എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന നിരക്ക് എത്ര സാവകാശത്തിലാണ് വിശദമായി കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്ത് പിന്നെ ഒരു കൊത്തൽ എന്താ മനസ്സിലാകാഞ്ഞിട്ടാണോ? അതല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പണി എടുത്തോട്ടെ എന്ന് എഴുതിയിട്ടാണോ? തെക്കുമലുസ്ഥാന്റെ രണ്ടാമത്തെ ദുആ ഇൻഷാ അല്ലാഹ് നാളെ ദുആന്റെ ആദാബുകളാണ് നാളത്തെ നമ്മളെ പാഠം. അപ്പൊ ദുആ തുടങ്ങേണ്ടത് എങ്ങനെയാണ്, അവസാനിക്കേണ്ടത് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. ആ കൂട്ടത്തിൽ തുടക്കത്തിൽ ബിസ്മി ചൊല്ലുന്നതിന്റെ വിധി എന്താണെന്ന് ഇൻഷാ അല്ലാഹ് നാളത്തെ ദർസിൽ തന്നെ വരും, അവിടെ പറയാം ഇൻഷാ അല്ലാഹ്.
ഇനി ആരാ? അത്യാവശ്യമുള്ള ചോദ്യം രണ്ടാളുകൂടി കൈപൊക്കി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ചോദിക്കാൻ സമയം, ബാങ്ക് കൊടുക്കാൻ സമയം അടുത്ത് കഴിഞ്ഞിരിക്കും. ഉസ്താദേ, ഈ പല ഡ്രൈവർമാരെ റൂമിലും ടോയ്ലറ്റിലാണ് ബാത്റൂം ഇതുള്ളത്, പൈപ്പ് ഉള്ളത്. അപ്പൊ പാത്രം കഴുകാനും പല ആവശ്യങ്ങളും ഒരു നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുന്നത് കൊണ്ട് അപ്പൊ ആ നെയ്യത്ത് വെച്ച് ഇടതുകാരനെ മുത്തിക്കേണ്ടതുണ്ടോന്നാ ചോദിച്ചത്. കാരണം അവർക്ക് വേറെ സൗകര്യങ്ങളില്ല, ബാത്റൂമിലാണ് പൈപ്പ് ഉള്ളത് ഈ പാത്രം കഴുകാനും. അതേപോലെ ചില ആളുകൾ കുക്ക് ചെയ്യുന്നവരെ ബാത്റൂമിന്റെ ഇത് വെച്ചിട്ടാണ്. അപ്പൊ അതിനൊക്കെ ഇടതുകാരനെ മുന്തിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. ഡ്രൈവർക്ക് ഒരു ഹുക്കുമും ഫഹദ് രാജാവിന് വേറൊരു ഹുക്കുമോ ഇല്ല അബീബ. ഇസ്ലാമിൽ എല്ലാവർക്കും ഒരു ഹുക്കുമാ, മനസ്സിലായില്ലേ? ഡ്രൈവർമാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇനി പുതിയൊരു കിതാബ് എഴുതി ഉണ്ടാക്കിയിട്ട് ഓല മസാല വേറെ, അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ രാജാവാവുന്ന ഖാദിമുൽ ഹറമൈനി ഷെരീഫൈനി അബ്ദുള്ള രാജാവ്, അദ്ദേഹത്തിന് വേറെ, അങ്ങനെ ഉണ്ടാവുമോ ഇസ്ലാം? നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഒരു കഥയില്ലാത്ത പറച്ചിലാണല്ലോ. കക്കൂസിലേക്ക് എപ്പോൾ എന്തിന് കേറുമ്പോഴും ഇടതുകാൽ വെച്ച് കേറലും ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസി എന്ന് ചൊല്ലലും സുന്നത്താണ്. തിരിച്ചു വരുമ്പോൾ വലതുകാൽ മുന്തിച്ചു കൊണ്ടുവരൽ സുന്നത്താണ്. അത് ഡ്രൈവർ ആയാലും വേണ്ടിയില്ല, ഹദ്ദാമ ആയാലും വേണ്ടിയില്ല. ഖലാസ്. ഒറ്റ മിനിറ്റ്, നമ്മുടെ ഒരു സുഹൃത്ത് അത് ഉസ്താദ് ദുആയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ്. പിന്നെ SF-ന്റെ പ്രവർത്തകൻ ഇവിടെ ദുബായിൽ വെച്ചിട്ട് മരണപ്പെട്ടിട്ടുണ്ട്, അത് അറിയിച്ചിട്ടുണ്ട്. രണ്ടാമത് മിഞ്ഞാന്ന് വന്ന ദുആയാണ് SYS വളവന്നൂർ SSF എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ വല്ലിപ്പ പിന്നെ പൊട്ടച്ചോല സൈദാലി മുസ്ലിയാർ എന്നിവരുടെ 45-ാമത്തെ ആണ്ടാണ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ SYS കുഴിമണ്ണ അദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെട്ട മൂന്നാണ് ഇന്ന്. ഇൻഷാ അല്ലാഹ് അതും കൂടി ഉൾപ്പെടുത്തി ഉസ്താദ് ദുആയിൽ ഉൾപ്പെടുത്തണം. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് ക്ഷമിക്കണം, ഉസ്താദ് ചോദ്യം കഴിഞ്ഞിട്ടാണ് മൈക്കിൽ വരുന്നതെന്ന് കരുതിയത് കൊണ്ടാണ് മൈക്ക് എടുത്തത്. ഉസ്താദ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം, നിന്നിട്ട് ഒഴിക്കാനുള്ള ഒരു സൗകര്യമാണ് ഉള്ളത്. അപ്പൊ സ്ഥിരമായിട്ട് അങ്ങനെ നിന്നിട്ട് ഒഴിക്കേണ്ടി വരുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ കുറച്ചപ്പുറം പോയിട്ട് അതിന് കുറച്ച് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ നിന്നിട്ട് ഒഴിക്കുന്നതുകൊണ്ട് വിരോധമുണ്ടോ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇരുന്ന് മൂത്രമൊഴിക്കൽ സുന്നത്തും ഉൾഇല്ലാത്തവർക്ക് നിന്ന് മൂത്രമൊഴിക്കൽ കറാഹത്തും ആവുന്നു. ഉൾഉണ്ടെങ്കിൽ ഹലാലാണ്. ഇങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ മസല. സമയം വളരെ അങ്ങെത്തി പങ്കുകൊടുക്കാനാണ്. പിന്നെ ചെറുതായിട്ടൊന്ന് ദുആ ചെയ്യുവാണല്ലോ. ഇതിൽ തന്നെ മനസ്സിലായില്ലേ? ഉൾഉണ്ടെങ്കിൽ നിന്ന് മൂത്രമൊഴിക്കൽ ഹലാലാണ്. ഉൾഇല്ലാത്തവർ നിന്ന് മൂത്രമൊഴിക്കൽ കറാഹത്താണ്. ഇരുന്ന് മൂത്രമൊഴിക്കൽ സുന്നത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്ത പാവികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ടും അവൻ ആദരിച്ച മഹാന്മാരുടെ ഹക്ക് ജാഹ് കൊണ്ടും നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റഹ്മാൻ റഹീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ വിവരമില്ലാത്ത സാധുക്കളാണ്. ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരേണമേ അല്ലാഹ്. ഞങ്ങള് പറയുന്ന വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ നീ പൊരുത്തപ്പെട്ട വഴിയിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് വിവേകക്കുറവ് കൊണ്ട് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ നീ ഞങ്ങൾക്ക് പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ബന്ധപ്പെട്ട പലരും പല കാര്യത്തിനു വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. എല്ലാം നിനക്കറിയാം അല്ലാഹ്. അവരുടെയൊക്കെ ഖൈറായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങൾ എന്നിട്ട് ബന്ധപ്പെട്ട പറഞ്ഞേക്ക് ഈ ICF-ന്റെ പ്രവർത്തകൻ
മറ്റേ UAE-യിൽ വെച്ച് വഫാത്തായി അറിഞ്ഞ അദ്ദേഹത്തിന്റെ ആഖിറം അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട SYS കുരുമയുടെ വാപ്പ മരിച്ച 3-ാം ദിവസമാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ആഖിറം സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങളെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ടിട്ട് കൊല്ലങ്ങളായി ആണ്ടിന്റെ ദിവസങ്ങൾ വന്ന് ആളുകൾ പലരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പേര് പറയാതെ തന്നെ എല്ലാം അറിയുന്ന റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ അവരുടെയൊക്കെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. സ്വർഗത്തോപ്പുകളിലുള്ള തോപ്പാക്കി അവരുടെ ഖബറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിലാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ രോഗങ്ങളെ കൊണ്ടും വിഷമങ്ങളെ കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും അല്ലാഹു തആല മാറ്റി സന്തോഷവും റാഹത്തും നൽകുമാറാകട്ടെ. റഹ്മുർ-റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, മക്കളില്ലാത്തവർ പലരും സങ്കടം പറഞ്ഞവരുണ്ട്. റബ്ബേ, നീ അവർക്ക് സ്വാലിഹായ സന്താനങ്ങൾ കൊടുക്കണേ അല്ലാഹ്. ഹബീബിന്റെ ഹക്ക് കൊണ്ട് നിനക്ക് കഴിയാത്തതായ ഒന്നുമില്ല. നീ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് വാർദ്ധക്യകാലത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ മക്കളെ കൊടുത്ത റബ്ബേ, സക്കരിയ നബി അലൈഹി സ്വലാമിന് വാർദ്ധക്യത്തിൽ സന്താനത്തെ കൊടുത്ത പടച്ചവനെ, ബഹുമാനപ്പെട്ട ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹക്ക് വാർദ്ധക്യത്തിൽ മക്കളെ കൊടുത്ത അല്ലാഹ്, നിനക്ക് കഴിയാത്തതായി ഒന്നുമില്ല. മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ റഹ്മാനെ. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവർക്ക് നീ നാഫിയായ ഇൽമിനെ അധികരിപ്പിക്കണേ തമ്പുരാനെ. അവരുടെ പഠനത്തിലും പരീക്ഷയിലും ഒക്കെ ഉന്നതമായ വിജയം നൽകണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി ഞങ്ങളെ മക്കളെ നീ നിലനിർത്തി തരണേ പടച്ചോനെ. റഹ്മുർ-റഹീമായ റബ്ബേ, എല്ലാവിധ ബിദ്അത്ത് വലാലത്ത് ഫസാദുകളിൽ നിന്നിട്ടും അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടത്തിലും തൊഴിലിലും മറ്റേർപ്പാടുകളിലും നീ ഖൈറും ബറക്കത്തും സലാമത്തും നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഇഖാമ സംബന്ധമായ മറ്റ് രേഖകൾ റെക്കോർഡുകൾ സംബന്ധമായ വിഷമങ്ങളുള്ളവരെയൊക്കെയും നീ സലാമത്താക്കി കൊടുക്കണേ പടച്ചവനെ. റഹ്മാനായ റബ്ബേ, ഖൈറായ മുറാദുകളൊക്കെയും നീ ഹാസിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. മാറാവ്യാധി രോഗത്തിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ വസിയത്ത് പലരും പലതരത്തിലുള്ള രോഗങ്ങൾ ഉള്ളവരുണ്ട്. റബ്ബേ, നീ എളുപ്പത്തിൽ ശിഫ നൽകണേ റഹ്മാനെ. പടച്ചവനെ, കച്ചവടത്തിലും ജോലിയിലുമൊക്കെ നീ ക്ഷേമവും അഭിവൃദ്ധിയും ഖൈറും ബറക്കത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. മരണം വരെ നിസ്കരിക്കാനും സുജൂദ് ചെയ്യാനുമുള്ള ആഫിയത്തിനെ നിലനിർത്തി തരണേ പടച്ചവനെ. ആഫിയത്ത് എടുത്തു കളഞ്ഞുകൊണ്ട് ഞങ്ങളെ നോക്കുന്നവർക്കൊരു ബാധ്യതയാക്കി ഞങ്ങളെ നീ കിടത്തല്ലേ അല്ലാഹ്. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി യാചിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാഹ്. ഹലാലായ മാർഗത്തിൽ ഞങ്ങൾക്ക് നീ ഐശ്വര്യം തരണേ തമ്പുരാനെ. ഇസ്സത്തോടു കൂടി ജീവിച്ച് ഈമാനോടുകൂടി മൗത്തായി സ്വാലിഹീങ്ങളോടുകൂടി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും ആഖിറം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. പടച്ചവനെ, നാളെ മഹ്ശറാവൻ സബീലിൽ അർശിന്റെ തണലേകപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. ഹബീബിന്റെ ചാരത്തണഞ്ഞ ഷർഫാക്കപ്പെട്ട തൃക്കയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അവിടുത്തെ ഷഫായത്ത് കൊണ്ട് രക്ഷപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ. റബ്ബേ, നിന്റെ കോപത്തിന്റെ വീടാവുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ ഇത്കലണേ അല്ലാഹ്. പ്രയാസമേറിയ സിറാത്ത് പാലം മിന്നൽ വേഗം വിട്ടുകടന്ന് നിന്റെ റഹ്മത്തിന്റെ വീടാവുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ അംബിയാ ഉലിയാ സ്വാലിഹീങ്ങളോടുകൂടി ഒരുമിച്ച് കൂടി നിന്റെ ലിഖാ കണ്ട് ആനന്ദിക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാര്, ഉപ്പാപ്പമാര്, ഉമ്മാമ്മമാര്, അമ്മോശന്മാര്, അമ്മായിമ്മമാര്, ഭാര്യ മക്കൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ശരീക്കന്മാര്, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, മറ്റ് സഹായ സഹകരണങ്ങളും ഒത്താശയും ചെയ്തു തന്നവർ, ഞങ്ങളോട് ദുആ വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങൾ ദുആ വസിയ്യത്ത് ഏറ്റെടുത്തവർ, ദീനിന്റെ പേരിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ മോമിനും